സെഷൻ ആരംഭിക്കുന്നു. ശരൺ രാജീവ് പ്ലീസ്. ആദ്യം തന്നെ KLFൻ്റെ ആദ്യത്തെ ദിവസം ഒരു സെഷന് ഇത്രയധികം ആൾക്കാരെ കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. ഇന്നിവിടെ ഈ സെഷനിൽ ഇരിക്കുമ്പോൾ ഒരുപാട് പരിമിതികൾ എനിക്കുണ്ട്. കാരണം എന്നോടൊപ്പം ഇരിക്കുന്നത് എന്നേക്കാൾ ജീവിതാനുഭവങ്ങളുള്ള, ജീവിതപാതയിൽ ഒരുപാട് മുന്നേറിയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ ഒരംശം പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. പലപ്പോഴും ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, എന്താണ് ഇദ്ദേഹവുമായി സംസാരിക്കാൻ വേണ്ടിയിട്ട്, ഈ വേദിയിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് എനിക്കുള്ള യോഗ്യത എന്ന്. നിങ്ങളിൽ ചിലരെങ്കിലും അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ നന്നായിട്ട് സംസാരിക്കുന്ന, കഥകൾ പറയുന്ന ആൾ എന്ന നിലയിൽ ആ യോഗ്യതയെ അടയാളപ്പെടുത്തിയേക്കാം. പക്ഷേ അതിലുപരിയായി മുഹമ്മദ് അബ്ബാസ് എന്ന എൻ്റെ പ്രിയപ്പെട്ട അബ്ബാസിക്കയോടൊപ്പം ചേർന്നിരിക്കാനുള്ള യോഗ്യതയായി ഞാൻ കണക്കാക്കുന്നത് ഞാനും ഒരു വായനക്കാരനാണ് എന്നുള്ളതാണ്. ഏതാനും ദിവസങ്ങളല്ല മാസങ്ങൾക്ക് മുൻപ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് വന്നിരുന്നു. ആ മെസ്സേജിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് സെഷൻ ആരംഭിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മെസ്സേജ് ഇങ്ങനെയായിരുന്നു: പ്രിയപ്പെട്ട ശരൺ, ഒരു കടൽ യാത്ര പോലെ നിങ്ങളുടെ വാക്കുകളെ ഞാൻ ആസ്വദിക്കുന്നുവെന്ന്. നമ്മളെക്കുറിച്ച് ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ, നല്ലത് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ടാവും. ആ പറയുന്നയാൾ നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരാകുമ്പോൾ ആ സന്തോഷത്തിൻ്റെ മധുരവും ഇരട്ടിയാവും. എന്നോടിത് പറഞ്ഞത് ഞാൻ എഴുത്തുകളിലൂടെ, പുസ്തകങ്ങളിലൂടെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു എഴുത്തുകാരനായിരുന്നു. വായനയിലൂടെ, എഴുത്തിലൂടെ, അക്ഷരങ്ങളിലൂടെ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള വായനക്കാരുടെ ഹൃദയങ്ങളിലേക്ക് ചേക്കേറിയ ഒരു എഴുത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് അബ്ബാസ്. ഇന്ന് കാലത്തിൻ്റെ അതിമനോഹരത പോലെ ഈ കോഴിക്കോടിൻ്റെ കടൽ തീരത്ത് അതേ എഴുത്തുകാരനോടൊപ്പം വായനയെക്കുറിച്ചും എഴുത്തുകളെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും എല്ലാം സംസാരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ വലിയ ഒരു അംഗീകാരമായി തന്നെ കണക്കാക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നമുക്ക് ഈ സെഷനിലേക്ക് തുടങ്ങാം. കാരണം അത് പറഞ്ഞില്ല എങ്കിൽ അതിവിടെ പറയേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നുകൊണ്ട് തന്നെ പറഞ്ഞു തുടങ്ങാം. കോഴിക്കോട് കടൽ തീരത്തിന് ഒരു ഭംഗിയുണ്ട്. ആ കടൽ വെള്ളത്തിൻ്റെ ഉപ്പിന് സ്നേഹത്തിൻ്റെ ഒരംശമുണ്ട്. ആ ഭംഗി ഓരോ KLF കാലഘട്ടത്തും കൂടിക്കൂടി വരുന്നതാണ്. ഇന്ന് നിരവധിയായിട്ടുള്ള സെഷനുകൾ കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നടക്കുന്നുണ്ട്, ഇനിയും നടക്കാനുണ്ട്. ഈ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഓർമ്മിക്കപ്പെടേണ്ട, പരാമർശിക്കപ്പെടേണ്ട ഒരു പേരുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ അവസരത്തിൽ ഒരു പുസ്തക ചർച്ചയും ഒരക്ഷരവേദിയും ഒരു തരത്തിലുള്ള സാഹിത്യവേദികളും മലയാളത്തിൻ്റെ സുഹൃതത്തെ, അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയെയാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞ മലയാളത്തിൻ്റെ സ്വന്തം MTയെ ഓർമ്മിക്കാതെ ഒരു സെഷനും കടന്നു പോകാൻ സാധിക്കില്ല എന്നെനിക്ക് തോന്നുന്നു. മറ്റ് സെഷനുകളിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷനിലേക്ക് കടക്കാം. വളരെ വിശാലമായ ചർച്ചകളോ കാര്യങ്ങളോ ഒന്നുമല്ല. രണ്ട് മനുഷ്യർ ഇരുന്ന്, രണ്ട് കാലഘട്ടത്തിലെ മനുഷ്യർ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, രണ്ട് കാലഘട്ടത്തിലെ മനുഷ്യർ ഇരുന്ന് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. അബ്ബാസിക്ക ഒരു സെഷൻ കഴിഞ്ഞിട്ട് വന്നതാണ്. ഒരുപാട് അനുഭവ സമ്പത്തുകളും ജീവിതത്തിൻ്റെ കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളാണ്. ഇന്നിരിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ വേദിയിലാണ്. ഒരുപാട് വേദികൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇന്ന് തുറന്നു കിടപ്പുണ്ട്. ഒരുപാട് വായനക്കാർ അദ്ദേഹത്തെ കേൾക്കാൻ വേണ്ടിയിട്ട്, വായിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിപ്പുണ്ട്. ആ കൈപ്പേറിയ യാഥാർത്ഥ്യത്തിൽ നിന്നും ഇന്നത്തെ ഈ ജനപ്രീതിയിലേക്ക്, ഈ വേദികളിലേക്ക് എത്തി നിൽക്കുമ്പോൾ കടന്നു വന്ന വഴിയിൽ നിന്നും ഈ ജീവിത യാത്രയെ എങ്ങനെയാണ് അബ്ബാസിക്ക നോക്കി കാണുന്നത്? നോക്കൂ, ഒത്തിരി സന്തോഷം എല്ലാവരെയും കാണാൻ സാധിച്ചത്. പുതിയ ചെറുപ്പക്കാർ വായിക്കുന്നില്ല എന്നുള്ള ഫേസ്ബുക്ക് മാമന്മാരെ, എൻ്റെയൊക്കെ പ്രായക്കാരെ തള്ളി മറിക്കലിൻ്റെ എതിർ തെളിവാണ് ഇരിക്കുന്ന ശരൺ. വളരെ നന്നായിട്ട് വായിക്കുകയും അത് ഇൻസ്റ്റയിലൂടെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വായനക്കാരൻ. അദ്ദേഹം എഴുത്തുകാരനായിട്ടില്ല, ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ശരൺ പറഞ്ഞ പോലെ MT എന്ന രണ്ടക്ഷരത്തെ ഓർക്കാതെ ഇവിടെ നിന്ന് എണീറ്റ് പോയാൽ അത് ഞാനെന്ന വായനക്കാരൻ, ഞങ്ങൾ രണ്ടുപേരും വായനക്കാരാണ്. വായനക്കാരൻ
ചെയ്യുന്ന അനീതിയാണ്, എന്തെങ്കിലുമൊക്കെ എഴുതുന്ന ആളെന്ന നിലയിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. അതുകൊണ്ട് എം ഡിയെ ഓർക്കാതെ മുന്നോട്ട് പോകാൻ വയ്യ. നിങ്ങൾ പ്രണയം പറഞ്ഞാലും കാമം പറഞ്ഞാലും വിശപ്പ് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എം ഡി തൊടാത്ത മേഖലയില്ല. അപ്പോൾ അത്തരം ഒരു മഹാമനീഷിയെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ്റെ രണ്ടാം ഊഴം എന്നുള്ള നോവലിൽ ഞാനൊക്കെ വായിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. പിന്നെ ഞാൻ വളരെ യാദർശികമായിട്ട് ഇൻസ്റ്റയിൽ കാണുന്നത് ശരൻ്റെ ഒരു റീൽസാണ്. അത് കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങുന്നതാവും ഭംഗി. വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം അതിൽ പ്രണയം നഷ്ടപ്പെട്ടോ നേടിയോ എന്നുള്ളത് വേറെ വിഷയം. രണ്ടാം ഊഴത്തിലെ എം ഡി അവതരിപ്പിച്ച ആ പ്രണയം അതിമനോഹരമായിട്ട്, അതിൻ്റെ ചോടൊക്കെയാണ് ഞാൻ കൊണ്ടുപോയി കമൻ്റ് ഇടാറ്. ഞാനൊരു കടൽ യാത്ര പോലെ നിങ്ങളെ വാക്കുകൾ ആസ്വദിക്കുന്നു. നമ്മൾ ആര് പറയുന്നു എന്നുള്ളതല്ല, എന്ത് പറയുന്നു എന്നുള്ളത് നോക്കിയാൽ മതി. ശരൺ പറയുന്നോ സച്ചിദാനന്ദം പറയുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വിഷയമല്ല, എന്ത് പറയണു എന്നുള്ളതാണ്. വളരെ മനോഹരമായിട്ട് അദ്ദേഹം രണ്ടാം ഊഴത്തിലെ ഭാഗം അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഇത്രയും പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടി അവതരിപ്പിക്കുക. അങ്ങനെ എം ടിയെ സ്മരിച്ചുകൊണ്ട് ഈ പ്രണയത്തിൻ്റെ ശേഷം നമുക്ക് തുടങ്ങാം. അതാവും ഏറ്റവും വലിയ, അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ആദരവ് ഏറ്റവും വലുതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശരണിൻ്റെ മനോഹരമായ ശബ്ദത്തിലൂടെ നമ്മൾ കേൾക്കുക ആദ്യം. ഓക്കെ. രണ്ടാം ഊഴം ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത് എൻ്റെ സ്കൂൾ കാലത്തായിരുന്നു. പിന്നീട് കോളേജ് ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിച്ചു. അത് കഴിഞ്ഞിട്ടാണ് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നത്. അത് ഒട്ടേറെ മാസങ്ങൾക്ക് മുൻപാണ് ആ വീഡിയോ ചെയ്തത്. അതിലെ വാക്കുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയിരിക്കാം. അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കാരണം അത് ഞാൻ കുറച്ച് കാലം മുമ്പ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു. അതിങ്ങനെയായിരുന്നു: ഒരു വിനാഴിക മാത്രം മനസ്സിൽ ഹസ്തിനപുരം ഭരിച്ച് സ്ഥാനത്യാഗം ചെയ്ത രാജാവ് പിന്നീട് ഇരുട്ടിലും ചിരിച്ചു. മഹാബലർ കരയാൻ പാടില്ലല്ലോ. എം ടിയുടെ രണ്ടാം ഊഴം അന്നേ വരെ ഉപേക്ഷിക്കപ്പെട്ടവനും ഒഴിവാക്കപ്പെട്ടവനുമായ ഭീമൻ്റെ കഥയായിരുന്നു. കടം വീട്ടാൻ പലതും ബാക്കിയിരിക്കെ ആചാര്യനായാലും പിതാമഹനായാലും ഭീമന് ജയിച്ചേ മതിയാവൂ. മഹാബലവാനെങ്കിലും മന്ദനെന്ന് വിളിച്ച് മാറ്റി നിർത്തപ്പെട്ടവൻ. രണ്ടാമൂഴത്തിലെ യഥാർത്ഥ നായകൻ ഭീമനായിരുന്നു. വനവാസകാലത്ത് പാണ്ഡവരെ സംരക്ഷിച്ചു പോന്ന ഭീമൻ. യുധിഷ്ഠിരൻ വെച്ച് നീട്ടുന്ന രാജസിംഹാസനം വേണ്ടെന്ന് വെച്ച ഭീമൻ. ദ്രൗപദിയുടെ മാനം സംരക്ഷിക്കാനായി കീചകന്മാരുമായി ഏറ്റുമുട്ടിയത് യുധിഷ്ഠിരനോ അർജുനനോ ആയിരുന്നില്ല, ഭീമനായിരുന്നു. ഒടുവിൽ ദ്രൗപദിക്ക് ഏറെ ഇഷ്ടപ്പെട്ട കല്യാണ സൗഗന്ധിക പൂക്കൾ പറിച്ചെടുത്ത് അവൾക്ക് നേരെ നീട്ടുന്ന രംഗം എം ടി വിവരിക്കുന്നുണ്ട്. ഞാനൊരു പിടി പൂക്കൾ പറിച്ചെടുത്തു. എന്നിട്ട് നകുലൻ്റെ നിരാശഭാവം അവഗണിച്ചുകൊണ്ട് അവൾക്ക് നേരെ നീട്ടി. അവൾ പൊയ്കയുടെ മനോഹരത ആസ്വദിക്കുമെന്നും എന്തെങ്കിലുമൊക്കെ പറയുമെന്നും ഞാൻ കരുതി. പക്ഷേ കയ്യിൽ വാങ്ങിയ പൂക്കൾ ഒന്നും മണപ്പിക്കുക പോലും ചെയ്യാതെ അവൾ യുധിഷ്ഠിരന് നേരെ നീട്ടി. ശേഷം വഴിക്കൊരിടത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തണ്ടുകളോടുകൂടി ഒരു പിടി സൗഗന്ധിക പൂക്കൾ മണ്ണിൽ അലിഞ്ഞു കിടക്കുന്നത് ഞാൻ കണ്ടു. നഷ്ടപ്പെട്ട സൗഗന്ധികങ്ങളെ എം ടിയോളം മനോഹരമായി, ഇതിലും മനോഹരമായി എങ്ങനെയാണ് അടയാളപ്പെടുത്താനാവുക? നമ്മൾ ആ ചോദ്യത്തിലേക്ക് ഒന്നുകൂടി പോവുകയാണ്, ജീവിതയാത്രയെ പറ്റിയുള്ള. ഇപ്പോൾ അബ്ബാസിക്ക് ഇരിക്കുന്നത് ഇത്രയും മനുഷ്യരാൽ അടയാളപ്പെടുത്തുന്ന, ഇതിലുപരിയായിട്ട് കേരളക്കരയെ മുഴുവൻ നെഞ്ചേറ്റിയ ജനപ്രിയനായ ഒരു എഴുത്തുകാരൻ എന്ന നിലയിലാണ്. ഒട്ടേറെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. ആ അനുഭവങ്ങളിലേക്കൊന്നും ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എല്ലാ വേദികളിലും ഇദ്ദേഹത്തോട് നിരന്തരമായി ചോദിച്ചിട്ടുള്ളതും നമ്മൾ കേട്ടിട്ടുള്ളതും അതേ അനുഭവങ്ങൾ തന്നെയായിരിക്കും. ആ അനുഭവങ്ങളിൽ നിന്ന് ഇന്ന് ഇത്തരത്തിലൊരു വേദിയിൽ എത്തി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒട്ടനവധി വേദികളിൽ എത്തുമ്പോൾ ഇഷ്ടപ്പെട്ട മനുഷ്യർ വന്നിട്ട് അബ്ബാസിക്ക ഞാൻ നിങ്ങളുടെ പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ജീവിതയാത്രയെ എങ്ങനെയാണ് അബ്ബാസിക്ക നോക്കിക്കാണുന്നത്? നോക്കൂ, ഒത്തിരി സന്തോഷം. 10-35 വർഷങ്ങൾക്ക് മുമ്പ് ബസ്സിൻ്റെ ബോർഡ് പോലും വായിക്കാൻ അറിയാതെ ഒരു തമിഴൻകുട്ടി ബസ്സിൽ നിന്ന് ഇറക്കി വിടപ്പെട്ടു. അത് ഞാനാണ്. ഇപ്പോൾ എത്രയോ പേര് എന്നെ അബ്ബാസ്ക എന്ന് എല്ലാവരും വിളിക്കാം. സാറെന്ന് വിളിക്കുന്നവരെ അപ്പം തന്നെ തിരുത്താറുണ്ട്. ഉംബ്രാട്ടി, സാർ, മേഡം ഒക്കെ പഴയ വിളിയാണ്. ഏട്ടാന്ന് വിളിക്കാം, ചേട്ടാന്ന് വിളിക്കാം, പേര് വിളിച്ചാൽ മതി. ഇത്രയും പേരുടെ സ്നേഹം കിട്ടുമ്പോൾ അതിന് മാത്രം ഒന്നും എഴുതി മറിച്ചിട്ടില്ല എന്നുള്ള നല്ല ബോധ്യം ഇരിക്കുന്നുണ്ട്. അവരുടെ അനുഭവങ്ങളുമായിട്ട് എവിടെയൊക്കെ എനിക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സ്നേഹം കിട്ടുന്നത്. ഇവിടെ മാത്രമല്ല, അത് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും എന്നെ വിളിക്കുന്നവരായാലും എൻ്റെ ഭാര്യയും മക്കളും അവിടെ ഇരിക്കുന്നുണ്ട്. അവർക്കറിയാം 1 മണിക്കൊക്കെ എന്നെ വിളിക്കുന്ന മനുഷ്യരുണ്ട്. ഇത്തിരി ഡിപ്രഷനുള്ളവർ, കുറഞ്ഞ സൂയിസൈഡ് സെൻറ്റൻസ് ഉള്ളവരൊക്കെ. അത്തരം ഒരു സൈക്കോളജിസ്റ്റ് പോലും അങ്ങനെ രാത്രി വിളിച്ച് സംസാരിക്കാൻ ആളെ കിട്ടിക്കൊള്ളുന്നില്ല. എനിക്കത് കിട്ടുന്നുണ്ട്. അതിലും വലിയ അംഗീകാരം ഒന്നും മലയാളത്തിൽ നിന്ന് എനിക്ക് കിട്ടാനില്ല. നിങ്ങൾ ഈ തന്നിട്ടുള്ള ഇതിന് എങ്ങനെയാണ് നന്ദി പറയുക? അതുമാത്രമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങളുടെ നല്ല മനസ്സിൻ്റെ പ്രതിഫലനമാണ് എനിക്ക് കിട്ടുന്ന എന്തും. അത് എന്തോ ആവട്ടെ. ഇതുവരെ എന്തായാലും അവാർഡൊന്നും കിട്ടി ഞാൻ ബഹുമാനിതനായിട്ടില്ല. ഇനിയും അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്നൊരു ആഗ്രഹമുണ്ട്. അടുത്ത KLF വരുമ്പോഴും അനൗൺസ് ചെയ്യുമ്പോൾ
ഈ അവാർഡ് കിട്ടിയാൽ മറ്റേ അവാർഡ്, പോക്കരാജി അവാർഡ്, കട്ടപ്പ അവാർഡ്, ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടാത്ത എഴുത്തുകാരനായിട്ട് മുന്നോട്ട് പോകുന്നത് ഒറ്റ ആഗ്രഹമുള്ളൂ. നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതുന്ന, നിങ്ങളുടെ പ്രണയം എഴുതുന്ന, നിങ്ങളുടെ വിശപ്പ് എഴുതുന്ന മനുഷ്യനായിട്ട് മുന്നോട്ട് പോകാൻ നിറഞ്ഞ സന്തോഷമാണ് ഇപ്പോൾ തോന്നുക. പൊരി വെയിലത്ത് പെയിൻ്റ് അടിക്കുമ്പോഴും നിങ്ങൾ തരുന്ന സ്നേഹമാവും നമുക്ക് അവിടെ ഊർജ്ജം തരാം. ഒത്തിരി സന്തോഷം, നന്ദി. 1000 അവാർഡുകളേക്കാൾ വിലമതിപ്പിക്കുന്നതാണ് ഇപ്പോൾ അബ്ബാസിക്ക് കിട്ടുന്ന അറിയപ്പെടാത്ത ആൾക്കാരിൽ നിന്ന് അടക്കമുള്ള സ്നേഹവും പരിഗണനയും എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക്, അനുഭവങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. കാരണം അത് അദ്ദേഹം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾക്ക് തുറന്ന പുസ്തകം പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നറിയാം. നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം എന്ന് പറയുന്നത് പ്രണയത്തിലെ കള്ളങ്ങൾ, മുഹമ്മദ് അബ്ബാസിൻ്റെ കുമ്പസാരമാണ്. ഞാൻ അബ്ബാസിക്കയുടെ ആദ്യമായിട്ട് വായിക്കുന്ന പുസ്തകം ആത്മഹത്യയ്ക്കും ഭ്രാന്തിനുമിടയിൽ എന്ന ഈ പുസ്തകമാണ്. ഇത് നിങ്ങളിൽ ഒരുപാട് പേര് വായിച്ചിട്ടുണ്ടാവും. വളരെയധികം വായനക്കാർ നെഞ്ചേറ്റിയ ഒരു പുസ്തകമായിരുന്നു അത്. ഇതിൽ അബ്ബാസിക്ക എഴുതുന്നുണ്ട്, ആത്മഹത്യയ്ക്കും ഭ്രാന്തിനുമിടയിൽ ഒരു നൂൽപ്പാലമുണ്ട്. ആ പാലത്തിലൂടെ സഞ്ചരിച്ച കാലം അത്രയും എന്നെ താങ്ങി നിർത്തിയത് മലയാള സാഹിത്യവും അതിലെ എഴുത്തുകാരുമായിരുന്നുവെന്ന്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളായിരുന്നു, അബ്ബാസിക്ക തന്നെ എഴുതിയ ജീവിതാനുഭവങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ചർച്ചയിലേക്ക് വരുമ്പോൾ അതിന് കാരണമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. പ്രണയത്തിലെ കള്ളങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, നമ്മൾ ഇന്ന് സംസാരിക്കാനിരിക്കുമ്പോൾ അതിന് കാരണമായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അനസ് അഹമ്മദിൻ്റെ കുമ്പസാരം എന്ന ഈ പുസ്തകമാണ്. നിങ്ങളിൽ ചിലരെങ്കിലും ഈ പുസ്തകം വായിച്ചിട്ടില്ലായിരിക്കാം, ഒരുപാട് പേര് വായിച്ചിട്ടുണ്ടാവാം, ഇനി വായിക്കാനിരിക്കുന്നവരുണ്ടാവാം. ഇതൊരു നോവലാണ്. ഈ നോവലിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കത്തുകളിലൂടെയുള്ള ഒരു നോവലാണ്. ഒരുപടി കത്തുകളാണ് ഇതിലുള്ളത്. ഇതിൻ്റെ ആഖ്യാന ശൈലി എന്നെ വളരെയധികം അതിശയിപ്പിച്ചിട്ടുണ്ട്. കാരണം കത്തുകളിലൂടെ ഒരു നോവൽ പലപ്പോഴും അധികമൊന്നും കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അങ്ങനെ വായിച്ചിട്ടുള്ള ഒരെണ്ണം പണ്ട് ബഷീർ എഴുതിയ അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ്. അതിനുശേഷം ഞാൻ വായിക്കുന്നത് കത്തുകളിലൂടെയുള്ള ഒരു നോവൽ മുഹമ്മദ് അബ്ബാസിൻ്റെ അനസ് അഹമ്മദിൻ്റെ കുമ്പസാരം എന്ന് പറയുന്ന ഈ നോവലാണ്. എങ്ങനെയായിരുന്നു ഈ കത്തുകളിലൂടെയുള്ള ഒരു നോവൽ എന്ന ആശയത്തിലേക്ക് അബ്ബാസിക്ക എത്തിയത്? സന്തോഷം. നോക്കൂ, ഈ പ്രണയം പറയാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി. മനുഷ്യൻ എഴുതാനും വായിക്കാനും പഠിച്ചതിന് മുമ്പേ പ്രണയം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് കവിത രൂപത്തിലാവില്ല, സാഹിത്യ രൂപത്തിലാവില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എഴുതുന്ന ഒരു വ്യക്തിക്ക്, എന്തെങ്കിലുമൊക്കെ എഴുതാൻ ശ്രമിക്കുന്ന എന്നെപ്പോലുള്ള ഒരാൾക്ക് പ്രണയം പറയണമെങ്കിൽ എന്തെങ്കിലും പുതുമ ഞാൻ കൊണ്ടുവന്നേ പറ്റും. അല്ലെങ്കിൽ വായനക്കാർ നിങ്ങൾ എന്നെ സ്വീകരിക്കില്ല, വായിക്കില്ല നിങ്ങളെന്നെ. ആ ഒരു ഉദ്ദേശമാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഒന്ന്, പിന്നെ ഇപ്പോൾ ഒരു 5-6 വയസ്സുള്ള കുട്ടീനോട് കത്ത് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഒരു മിനിമം ഒരു 18-19 വയസ്സുള്ള കുട്ടികൾക്ക് കത്ത് എന്താണെന്ന് അറിയുള്ളൂ. ഒരുപക്ഷെ 10 വർഷം കൂടി കഴിഞ്ഞാൽ നമുക്ക് ആർക്കും കത്ത് എന്നുള്ളത് എന്താണെന്നറിയില്ല. അപ്പോൾ എൻ്റെയൊക്കെ ഒരു തലമുറ കത്തിലൂടെയാണ് പ്രണയം പറഞ്ഞത്, വിരഹം പറഞ്ഞത്. പ്രവാസികൾക്കൊക്കെ ഭാര്യമാരയക്കുന്ന കത്തുകൾ വായിച്ചാൽ അതിന് വലിയ സാഹിത്യമൊന്നും മലയാളത്തിൽ ആരും എഴുതിയിട്ടുണ്ടാവില്ല. പച്ച മനുഷ്യരുടെ ഭാര്യമാർക്ക് അയച്ച പ്രണയലേഖനങ്ങൾ വിരഹത്തിൻ്റെ. അപ്പോൾ കത്തുകൾ അടയാളപ്പെടണം എന്നുള്ള ഒറ്റ ആഗ്രഹം. പിന്നെ എന്തെങ്കിലും പുതുമ വേണമല്ലോ. ഒരു നോവലുമായിട്ട് വരുമ്പോൾ വായനക്കാർ കാശ് കൊടുത്താണല്ലോ നിങ്ങളിത് വാങ്ങുന്നത്. നിങ്ങളെ വിലപ്പെട്ട സമയം ചെലവഴിച്ചാണ് നിങ്ങളത് വായിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതുമ എന്നെക്കൊണ്ട് പറ്റുന്നത് ചെയ്യണമല്ലോ. ആ ഒറ്റ ഉദ്ദേശമുള്ളൂ, വേറെ ദുരുദ്ദേശം ഒന്നുമില്ല അതിൻ്റെ പിന്നിൽ. ഈ കത്തുകളുടെ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം പറഞ്ഞുകൊണ്ടല്ലാതെ നമുക്ക് പ്രണയത്തിലെ കള്ളങ്ങളെക്കുറിച്ചും പുസ്തകത്തെക്കുറിച്ചും പറയാൻ സാധിക്കില്ല. അനസ് അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ കാമുകിക്ക്, രഹസ്യ കാമുകിക്ക് അയക്കുന്ന 30ഓളം കത്തുകളാണിത്. ഏത് വിധേന വേണമെങ്കിലും ഉപയോഗിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എഴുത്തുകാരനായിട്ടുള്ള അബ്ബാസിക്കയ്ക്ക് വായനക്കാരിയായിട്ടുള്ള സമീറ അവർക്ക് ലഭിച്ച 30 കത്തുകൾ അയച്ചു നൽകുന്നു. അദ്ദേഹം അതിലെ വിരസതകളെല്ലാം മാറ്റിക്കൊണ്ട്, കഥാപാത്രങ്ങളുടെ പേരുകളടക്കം മാറ്റി വിരസതകളൊന്നുമില്ലാതെ ആഖ്യാന ശൈലിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ കത്തുകൾ വായിച്ചു നോക്കുമ്പോൾ അതിൽ അനസ് അഹമ്മദ് എന്ന വ്യക്തി എഴുതുന്ന ഭാഷയുണ്ട്, ചില വാചകങ്ങളുണ്ട്. ആ വാചകങ്ങളിൽ വായനക്കാരൻ ഉടക്കി നിൽക്കുന്ന ചില സന്ദർഭങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ആദ്യം, അതായത് ആദ്യത്തെ കത്തിൻ്റെ ആദ്യത്തെ വരി, ആ വരി വായിച്ചിട്ട് കുറച്ച് നിമിഷം ഞാൻ തന്നെ ആലോചിച്ച് നിന്നിട്ടുണ്ട്. ആ വരി ഇങ്ങനെയായിരുന്നു: വെറുക്കുന്ന മനുഷ്യരെ ആരും അത്ര പെട്ടെന്ന് മറക്കില്ലല്ലോ എന്ന്. അനസ് അഹമ്മദ് എഴുതി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വെറുക്കുന്ന മനുഷ്യരെ ആരും അത്ര പെട്ടെന്ന് മറക്കില്ലല്ലോ. സ്നേഹിക്കുന്ന മനുഷ്യരെ മറന്നുപോയേക്കാം, നമ്മളെ ദുരിതങ്ങളിൽ സഹായിച്ചവരെ നമ്മൾ മറന്നുപോയേക്കാം. പക്ഷേ അനസ് അഹമ്മദ് ആദ്യമായി എഴുതുന്നത് വെറുക്കുന്ന മനുഷ്യരെ നമ്മൾ മറക്കുന്നില്ലല്ലോ എന്നാണ്. വെറുക്കുന്ന മനുഷ്യരെ നമ്മൾ മറക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അനസ് അഹമ്മദ്
ആ ഒരുപാട് പറയാതെ പറയുന്ന ഒരുപാട് അർത്ഥങ്ങൾ അതിലില്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ ആകെ തുകയാണത്. വളരെ ചെറുപ്പത്തിലോ മുതിർന്നിട്ടോ ഏത് പ്രായക്കാരാവട്ടെ, വെറുക്കുന്ന മനുഷ്യരെ നമുക്ക് മറക്കാനേ കഴിയില്ല. നമ്മൾ സ്നേഹിക്കുന്നവരെ പലപ്പോഴും മറന്നു പോവാറുണ്ട്. ഇപ്പോഴും ഇവിടെ ഇരിക്കുമ്പോഴും നമ്മൾ സ്നേഹിക്കുന്നവരെ, ഞാനിവിടെ ഇരിക്കുന്നതിൻ്റെ എൻ്റെ ഭാര്യയും മക്കളും ഇരിക്കും, ഞാൻ അവരെ ഓർക്കുന്നില്ല. സ്നേഹിക്കുന്നവരെ നമ്മൾ മറന്നേക്കാം, പക്ഷെ വെറുക്കുന്നവരെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വ്യക്തിയും മറക്കില്ല, നിങ്ങളും മറക്കില്ല, ഞാനും മറക്കില്ല. അത് ലളിതമായ ജീവിത സത്യമാണ്. അത് കലക്ടറായാലും ഈ നഗരത്തിലെ തൂപ്പുകാരായാലും പെയിൻ്റ് അടിക്കുന്ന ഞാനായാലും വെറുക്കുന്ന വ്യക്തി ആ വെറുപ്പിന് അത്രയും തീക്ഷ്ണത ഉണ്ടാവും. സ്നേഹത്തിനേക്കാൾ തീക്ഷ്ണത കൂടും. എൻ്റെ അനുഭവം വെച്ചിട്ട് എല്ലാവരുടെയും അനുഭവം അങ്ങനെ തന്നെ ആവും. സ്നേഹത്തിനേക്കാൾ തീക്ഷ്ണത കൂടും നിങ്ങളെ വെറുപ്പിന്. അതുകൊണ്ട് തന്നെ വെറുക്കുന്ന വ്യക്തിയെ മറക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. നിങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്തെടുത്താൽ മതി, ആരൊക്കെയാണ് നിങ്ങൾ വെറുക്കുന്നത്. നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. 9-ാം വയസ്സിൽ തോന്നിയ വെറുപ്പ് ഇപ്പോഴും സൂക്ഷിക്കുന്നവരുണ്ട്. വെറുപ്പ് പകയായിട്ടും മറ്റു പലതായിട്ടും ജീവിതത്തെ അപ്പാടെ കോഞ്ഞാട്ട് വെക്കുന്ന പരിപാടിയായിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് മാത്രം ഉപയോഗിച്ചതാണ്. അങ്ങനെ അതൊരു ദർശനമൊന്നുമല്ല, ലളിതമായ ജീവിത സത്യമാണ്. വെറുക്കുന്നവരെ നമ്മൾ ഒരിക്കലും മറക്കാറില്ല. ഇത് വായിച്ചാൽ ഇതിനപ്പുറം മനുഷ്യൻ അങ്ങനെ തന്നെയാണ്. വെറുക്കുന്നവരെ ഞാനും മറക്കാറില്ല, ഇപ്പോഴും മറന്നിട്ടില്ല. വെറുക്കുന്ന ഇഷ്ടംപോലെ വ്യക്തികൾ സ്നേഹിക്കുന്നവരെക്കാൾ കൂടുതൽ എനിക്കുണ്ട്, നിങ്ങൾക്കും ഉണ്ടാവും. ഓക്കെ. ഈ പുസ്തകത്തിൽ പ്രണയത്തിൻ്റെതായിട്ടുള്ള പല അംശങ്ങളും കടന്നു വരുന്നുണ്ട്. പ്രണയത്തിൻ്റെ അംശങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു പറഞ്ഞ പ്രണയത്തിൻ്റെ രൂപത്തിലായിരിക്കില്ല അതൊരു പക്ഷേ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ ഇന്നത്തെ സെഷൻ്റെ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കുണ്ട്, പ്രണയത്തിലെ കള്ളങ്ങൾ എന്ന് പറയുന്നത്. അനസ് അഹമ്മദ് നടത്തുന്ന കുമ്പസാരങ്ങൾ അനസ് സമീറയോട് കാലങ്ങൾക്ക് ശേഷം തനിക്ക് ലോകത്ത് മറ്റാരോടും പറയാൻ കഴിയാത്ത, ധൈര്യമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അവർ പ്രണയിച്ചിരുന്ന കാലഘട്ടത്ത് അദ്ദേഹം നടത്തിയ കള്ളങ്ങളടക്കം അവളോട് ഏറ്റുപറയുന്നുണ്ട്. അതും ഈ ടൈറ്റിലും ചേർത്തുകൊണ്ട് ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. പ്രണയത്തിലെ കള്ളങ്ങൾ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പ്രണയത്തിൽ കള്ളങ്ങളുണ്ടോ? കള്ളങ്ങൾ ചേർന്നാൽ അതൊരു പ്രണയമായിട്ട് കണക്കാക്കാൻ അബ്ബാസിക്കയ്ക്ക് സാധിക്കുമോ? എല്ലാ പ്രണയങ്ങളിലും കള്ളങ്ങളുണ്ട്. കള്ളങ്ങളില്ലാതെ നമ്മുടെ ഒന്നും പ്രണയങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല, പോവില്ല. നിങ്ങൾ നെഞ്ഞത്ത് കൈവച്ചൊന്ന് പരിശോധിച്ചാൽ മതി. പ്രണയിക്കുന്നവരോട് കള്ളത്തരം കാണിച്ചിട്ടുണ്ടോ, നമ്മളോട് അവർ കാണിച്ചിട്ടുണ്ടോ എന്നൊക്കെ. സത്യത്തിൽ കള്ളങ്ങളെ പുറത്താണ് നമ്മുടെ പല വികാരങ്ങളും, പ്രണയം മാത്രമല്ല പല വികാരങ്ങളും നമ്മൾ കെട്ടിപ്പൊക്കി ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അതിൻ്റെ ദാർശനികമായ വർത്തമാനമൊന്നും ഞാൻ പറയുന്നില്ല. പച്ച പൊള്ളു പറഞ്ഞിട്ടാണ് എല്ലാവരും പ്രണയിക്കുന്നതും പ്രണയം വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ. കള്ളങ്ങളില്ലാതെ ഒരു പ്രണയവും വർക്കൗട്ട് ആവില്ല. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് പൊട്ടി പൊളിഞ്ഞിട്ടുണ്ടാവുന്നതാണ് എൻ്റെ പരിസരത്ത്, എൻ്റെ ചുറ്റുപാടുള്ള ചെറിയ അനുഭവം. നിങ്ങളുടെ അനുഭവം വ്യത്യസ്തമായിരിക്കാം. കള്ളങ്ങൾ പറയാതെ പ്രണയിക്കുന്നവർ ഈ കൂട്ടത്തിൽ ഉണ്ടാവാം. പക്ഷേ മനുഷ്യൻ എന്നുള്ള നിലക്ക് പ്രണയത്തിൽ കള്ളങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ്. ഇപ്പോഴും ആവർത്തിക്കുന്നതിന് ഞങ്ങൾ മുമ്പത്തെ തലമുറ ആവർത്തിച്ചു, എൻ്റെ തലമുറ കള്ളങ്ങൾ പറഞ്ഞു, ഇനി വരുന്ന തലമുറയും പ്രണയത്തിൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും. ഞാൻ അതിനോട് സ്നേഹത്തോടെ യോജിക്കുന്നു. സന്തോഷം. ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. എല്ലാ എഴുത്തുകാരും എല്ലാ മനുഷ്യരും വിമർശനങ്ങൾ നേരിടുന്നവരാണ്. പലപ്പോഴും നമ്മുടെ എഴുത്തുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ അഭിനയിക്കുന്ന സിനിമാ നടന്മാരാണെങ്കിലും പൊതുസമൂഹത്തിൽ നിൽക്കുന്നവരാണെങ്കിലും വിമർശനങ്ങൾ നിരവധിയായിട്ട് ഏറ്റുവാങ്ങുന്നവരാണ്. പക്ഷേ ഈ വിമർശനങ്ങളെ സമീപിക്കുന്ന രീതി പലർക്കും പലതരത്തിലാണ്. ചിലർ വിമർശനങ്ങളെ കേൾക്കുമ്പോൾ അതിൽ തളർന്നു പോവുകയും പിന്നീട് ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് ഇല്ലാതായി മാറുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. മറ്റു ചിലർ ആ വിമർശനങ്ങളെ ഉന്നയിക്കുന്ന വ്യക്തികളെ സ്വന്തം ശത്രുക്കളായി പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്കെതിരെ സംസാരിക്കുന്ന കാഴ്ചയും കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരെഴുത്തുകാരൻ തനിക്ക് ലഭിച്ച വിമർശനങ്ങളെ ഫേസ്ബുക്കിലൂടെയും പൊതുമാധ്യമങ്ങളിലൂടെയും പുറം ലോകത്തിലേക്ക് കാണിക്കുന്നു. എനിക്ക് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കിട്ടിയിട്ടുണ്ട്, ആ വിമർശനവും ഞാൻ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള ഒരേ ഒരു എഴുത്തുകാരനേ ഉള്ളൂ. ആ എഴുത്തുകാരനാണ് പ്രിയപ്പെട്ട അബ്ബാസിക്ക. അനസ് അഹമ്മദിൻ്റെ കുമ്പസാരം ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിനൊക്കെ ആയിരിക്കാം ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുള്ളത്. അതിലേക്കുള്ള ചോദ്യങ്ങൾ നമുക്ക് കടക്കാം. പക്ഷേ ആ വിമർശനങ്ങളെ നേരിട്ട രീതി, വിമർശനങ്ങളെ സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ട് എനിക്കിങ്ങനെ ഒരു വിമർശനം കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് ശത്രുത കാണിക്കാതെ ആ വിമർശനങ്ങളെ കൂടി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അത് പൊതുരംഗത്ത് അവതരിപ്പിക്കുന്ന അബ്ബാസിക്കയോട് വിമർശനങ്ങളെ അബ്ബാസിക്ക എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നാണ് ചോദ്യം. നോക്കൂ, എല്ലാവരും വിമർശനത്തെ അക്സെപ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് എനിക്ക് കിട്ടുന്ന അഭിനന്ദനങ്ങളും പ്രശംസകളും എന്നെ തള്ളി മറിക്കലൊക്കെ ഞാൻ കൊണ്ട് ഈ ഫേസ്ബുക്കിലും മറ്റ് സ്ഥലങ്ങളിൽ ഇടുകയും
എനിക്ക് കിട്ടുന്ന കുഞ്ഞു വിമർശനം പോലും ഞാൻ അതിനെപ്പറ്റി ഒന്നും മിണ്ടാതിരിക്കുകയും ചെയ്യുന്നത് തികഞ്ഞ ഹിപ്പോക്രസിയാണ്, കാപട്യാണ്. എന്നുവെച്ചാൽ ഞാൻ വർഗീയതയ്ക്കെതിരെ പോസ്റ്റ് ചെയ്തുന്ന ആളാണ്, ഫാസിസത്തിനെതിരെ പോസ്റ്റ് ചെയ്തുന്ന ആളാണ്. ജോസഫ് മാഷെ കൈവെട്ടിയാൽ അതിനെതിരെ എല്ലാ തരം വർഗീയതയ്ക്കെതിരെ പോസ്റ്റ് ചെയ്ത് പ്രതികരിക്കുന്ന മനുഷ്യനാണ് എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ. അങ്ങനെയുള്ള എനിക്ക് വരുന്ന വിമർശനത്തെ ഞാൻ അംഗീകരിച്ചില്ലെങ്കിൽ ഞാനല്ല ഏറ്റവും വലിയ ഏകാധിപതിയും, ഞാനല്ല ഏറ്റവും വലിയ വർഗീയവാദിയൊക്കെ ആവുക. ഒരു വായനക്കാരൻ അവൻ്റെ കാശ് കൊടുത്ത്, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്, നിങ്ങളെ വിലപ്പെട്ട കാശ് കൊടുത്ത് വിലപ്പെട്ട സമയം ചെലവഴിച്ച് നിങ്ങളൊരു പുസ്തകം വായിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാനും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട്. എൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിമർശനം പറഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എൻ്റെ അടുത്ത എഴുത്തിൽ എനിക്ക് വരുത്താവുന്ന മാറ്റങ്ങളൊക്കെ വരുത്താം. എനിക്ക് എഴുതി ചിലപ്പോൾ കഞ്ഞി കുടിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയത് വരും. ആ ഉദ്ദേശം കൊണ്ട് കൂടിയാണ് വിമർശനം എടുത്തിരുന്നത്. അല്ലാണ്ട് ഞാൻ വലിയ മഹാനായിട്ടൊന്നുമല്ല. അങ്ങനെ ചെറിയ കൂടെ ഉദ്ദേശം കൂടി ഉണ്ട്. അപ്പോൾ അവന് ചോദിക്കേണ്ടി വന്നല്ല അങ്ങനെ അബ്ബാസ് മാത്രം എന്താ വിമർശനം എടുത്തിടുന്നത്. ഞാൻ വായനക്കാരനാണ് അടിസ്ഥാനപരമായിട്ട്. എനിക്ക് വിമർശനങ്ങളുണ്ട് എഴുത്തുകാരുടെ എഴുത്തോട്. പക്ഷേ എനിക്കത് പ്രകടിപ്പിക്കാൻ എവിടെയും സ്ഥലം കിട്ടാറില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അങ്ങനെയല്ല. ഇൻസ്റ്റയിലൂടെ പറയാം, ഫേസ്ബുക്കിലൂടെ പറയാം. അങ്ങനെ പറയുന്നവരെ അതേ പോസ്റ്റ് എടുത്ത് ഞാൻ എൻ്റെ വാളിൽ കൊണ്ടിടാറുണ്ട്. നന്ദി, സന്തോഷം, സ്നേഹം തന്നെയാണ് അവിടെയും പറയാറ്. എല്ലാ മനുഷ്യരും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു നിലപാട് സ്വീകരിച്ചാൽ നമ്മുടെ എത്രയോ കാലുഷ്യങ്ങളും സംഘർഷങ്ങളൊക്കെ അങ്ങ് മാറി നിൽക്കുന്നു. കുറേ കൂടി നമ്മൾ തുറന്ന മനുഷ്യരാവും, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഇതിപ്പോൾ മഹാസാഹിത്യമൊന്നും ഞാൻ എഴുതി മറിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. ഞാൻ നന്നായിട്ട് വായിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ പ്രഗത്ഭന്മാർ എഴുതിയ വിഷയത്തെ ഞാൻ വളരെ ലളിതമായിട്ട് എഴുതുന്ന മനുഷ്യനാണല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ പരിമിതി അറിയാവുന്നത് കൊണ്ട് തന്നെ വിമർശനത്തെ വളരെ ക്രിയാത്മകമായിട്ട് ഉൾക്കൊള്ളുന്ന മനുഷ്യനാണ് ഞാൻ. ആർക്കും എന്നെ വിമർശിക്കാം. എന്ന് വെച്ചാൽ പുസ്തകം വായിച്ച ഏത് വ്യക്തിക്കും വിമർശിക്കാം. എപ്പോഴും പറയാറുണ്ട്, വായനക്കാരാണ് രാജാവ്, എഴുത്തുകാരല്ല. എന്നോട് ചോദിച്ചാൽ അങ്ങനെ ഒരു എന്താ പറയുക, വേദിയും സദസ്സും തന്നെ ഒരു തരം നമ്മളെ എൻ്റെ കാഴ്ചപ്പാട് ചോദിച്ച പരിപാടിയല്ല. നിങ്ങൾ കാശ് കൊടുത്ത് പുസ്തകം വാങ്ങി വായിച്ച മനുഷ്യർ കുറച്ച് താഴെ ഇരിക്കുകയും എന്തൊക്കെയോ വിവരക്കേട് എഴുതിയാൽ ഞാനിവിടെ കയറിയിരിക്കുകയും ചെയ്യുന്നത് എൻ്റെ പൊട്ടത്തരാണ്. പക്ഷേ നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. വേദി സദസ്സുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്തവരെ നമ്മൾ കുറച്ച് പൊക്കത്തിലിരുത്തും, അല്ലാത്തവരെ പിടിച്ച് താഴെ ഇരുത്തും. എത്രയോ പ്രതിഭകൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും, എന്നേക്കാൾ എഴുതാൻ കഴിവുള്ള, നന്നായിട്ട് വായിക്കുന്ന, റീൽസ് ചെയ്യുന്ന, പാട്ടുപാടും എത്ര പ്രതിഭകൾ. അപ്പോൾ ഈ സിസ്റ്റത്തോട് തന്നെ വിയോജിപ്പുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്ക് വിമർശനം അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അത് എൻ്റെ ഫാമിലിക്കും അറിയാം, മക്കൾക്കും അറിയാം, എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. എൻ്റെ ചെറിയ മകളൊക്കെ എന്നെ നന്നായിട്ട് പൊങ്കാലിടും വീട്ടിൽ വെച്ചിട്ട്. അതിനുള്ള അക്സെപ്റ്റുണ്ട്. അത് നമ്മൾ സ്വീകരിച്ചാൽ മതി, തീർന്നു. കുടുംബത്തിനും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകും. അവൾ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും അവിടെ. നന്നായിട്ട് എന്നെ പൊങ്കാലിടുന്ന ആളാണ്. നന്നായിട്ട് വിമർശിക്കാറുണ്ടെന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ അപ്പം തന്നെ ഗഡിക്കും. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ ഷാർപ്പാണ്. ശരണ്ടൊക്കെ പ്രായമുള്ള കുട്ടികൾ വളരെ നന്നായിട്ട് വായിക്കും, ഷാർപ്പായിട്ട് കാര്യങ്ങൾ പറയും ചെയ്യുമ്പോൾ ഞാൻ എഴുത്തുകാരൻ്റെ മസിലും പിടിച്ചിരുന്നാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സന്തോഷം. അബ്ബാസിക്കയുടെ ആ അഭിപ്രായത്തിനോട് തന്നെയാണ് എൻ്റെയും യോജിപ്പ്. നമ്മളെല്ലാവരും വിമർശനത്തിന് വിധേയരാണ് എന്ന വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിമർശനങ്ങളുണ്ടാവാം, വിയോജിപ്പുകളുണ്ടാവാം. ഒരാളോടുള്ള വിയോജിപ്പ് അയാളോട് തന്നെ പറയുക എന്നുള്ളത് അയാളോട് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്നാണ്. വിമർശനങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് അയാളെ കൂടുതൽ നന്നായി പുതുക്കി പണിയുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരെ കുറ്റക്കാരായി കാണാതെ വിമർശിക്കുന്ന വ്യക്തികളെ, അല്ലെങ്കിൽ ആ വിമർശനത്തിൽ നമുക്ക് തിരുത്താൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട്, ആ തിരുത്താനുണ്ടെങ്കിൽ ആ തിരുത്തലുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് കൂടുതൽ മനോഹരമാകപ്പെടുന്നത്. അതേ ആശയമാണ് അബ്ബാസിക്ക ഈ വിമർശനങ്ങളെ പൊതുരംഗത്ത് അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കുന്നത്. ഈ വിമർശനത്തിൻ്റെ ചോദ്യം ഞാൻ ഉന്നയിക്കാനൊരു കാരണം കൂടിയുണ്ട് കേട്ടോ. ഈ പുസ്തകത്തിൽ ഒരു തർക്കം നടന്നിട്ടുണ്ട്. തർക്കമെന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള ഒരു തർക്കമാണ്. സമൂഹം കൽപ്പിച്ചു വെച്ചിട്ടുള്ള ഹിതവും അവിഹിതവും തമ്മിലുള്ള തർക്കമാണ്. അതിൻ്റെ ചട്ടക്കൂടിൻ്റെ തർക്കങ്ങളാണ്. അതിൻ്റെ പേരിൽ തന്നെ നിരവധിയായിട്ടുള്ള വിമർശനങ്ങൾ അബ്ബാസിക്കയ്ക്ക് വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും ആരാണ് ഈ ഹിതവും അവിഹിതവും ഒക്കെ നോക്കുന്നത്? അനസ് അഹമ്മദിൻ്റെ കാര്യത്തിൽ പലരും പറയുന്നുണ്ടാവും ആ അവിഹിതത്തെ, അല്ലെങ്കിൽ അവർ ഹിതമാണോ അവിഹിതമാണോ എന്ന ചോദ്യം അവിടെ ഉന്നയിക്കുന്നുണ്ട്. അയാൾ പ്രണയത്തിൽ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടാവാം. ഈ ഹിതവും അവിഹിതവും നിർണ്ണയിക്കുന്നത്, അതിൻ്റെ ചട്ടക്കൂട്ടുകളും പാരാമീറ്റേഴ്സും നിർണ്ണയിക്കുന്നത് ആരാണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നോക്കൂ, അത് വലിയ ചോദ്യമാണ്. നമ്മൾ ഉത്തരം പറയേണ്ട ഒരു ചോദ്യമല്ല. എന്നാൽ ഞാൻ കഴിയുമ്പോൾ പറയാൻ ശ്രമിക്കാം. ഈ അവിഹിതത്തെ ഞാൻ ന്യായീകരിക്കുന്നു, അതിനെ മഹത്വവൽക്കരിക്കുന്നു, കാൽപ്പനികവൽക്കരിക്കുന്നു പറഞ്ഞ് കുറേ വിമർശനം എനിക്ക് നോവൽ നേടിത്തന്നിട്ടുണ്ട്. ഈ ചോദിച്ചപ്പോൾ തന്നെ എന്താണ് ഹിതം, എന്താണ് അവിഹിതം? ഹിതം എന്ന് നമ്മൾ പറയുന്ന കടപ്പറകളിൽ സമ്മതമില്ലാതെ ബലാത്സംഗം ചെയ്യപ്പെടുന്ന കുട്ടികളും സ്ത്രീകളും ഉണ്ട് നമ്മുടെ കേരളത്തിൽ. തുറന്നു പറയുമ്പോൾ ആരും വിഷമിക്കരുത്. പെയിൻ അനുവദിച്ച് സെക്സിൽ ഏർപ്പെടേണ്ടി വരുന്ന പാവം പെൺകുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ. അതിനെ നമ്മൾ എന്ത് വിളിക്കും? വിഹിതം എന്നോ അവിഹിതം എന്നോ വിളിക്കുമോ? എങ്ങനെ വിളിക്കുക? അതേസമയം ഞാൻ കണ്ടിട്ടുള്ള പല അവിഹിതങ്ങളിലും വളരെ മനോഹരമായ പ്രണയം ഞാൻ കണ്ടിട്ടുണ്ട്. അത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. അവിടെ പ്രണയം ഉണ്ട്, രതിയുണ്ട്.
പക്ഷേ ഇത്തരം ഈ കുടുംബം എന്നുള്ള സെറ്റപ്പിനകത്ത് ഒട്ടുമേ താല്പര്യമില്ലാതെ ഈ പലതിലേക്കും നയിക്കപ്പെടുന്ന പെൺകുട്ടികളും സ്ത്രീകളുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ഇത്തരം പ്രമേയം അല്ലാതെ മറ്റെന്ത് പ്രമേയം ഞാൻ കൈകാര്യം ചെയ്യുക? എനിക്ക് തോന്നുന്നില്ല നമ്മളെ എല്ലാ കുടുംബങ്ങളിലും ഹിതമാണ് നടക്കുന്നത്. ഈ ഹിതം അവിഹിതം എന്നുള്ള വാക്കിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. പരസ്പര ഇഷ്ടത്തോടെയാണോ നിങ്ങൾ ഇണചേരുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായൊരു ഉത്തരം ആരും തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആണോ? അങ്ങനെ ആവില്ല. നമ്മൾ വളരെയധികം കാപ്പട്ടിയുള്ളവരാണ് മലയാളികൾ. പലപ്പോഴും സ്ത്രീകൾ വേദന സഹിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പ്രണയത്തിലായാലും കുടുംബം എന്നുള്ളത് തകരരുത്. ഒരു കുഞ്ഞുകൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട, കാല് കെട്ടി എന്ന് പറയും പോലെ. അപ്പോൾ അവർക്ക് ഒരു രക്ഷയില്ല അവിടെ. സ്വാഭാവികമായിട്ടും അവിഹിതങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാനതിനെ അങ്ങനെ തന്നെ കാണുന്നു. അത് തെറ്റായിട്ടോ മേന്മയുള്ളതായിട്ടോ കാണുന്നില്ല, വസ്തുതയായിട്ട് കാണുന്നു. നമ്മുടെ നാട്ടിൽ അവിഹിതങ്ങളുണ്ട്. ചിലത് പിടിക്കപ്പെടുന്നു, ചിലത് അറിയപ്പെടുന്നു. സെലിബ്രിറ്റികൾ നമ്മൾ പെട്ടെന്ന് അറിയും. സാധാരണ മനുഷ്യരെ എൻ്റെയൊക്കെ അവിഹിതങ്ങൾ നിങ്ങൾ അറിയാൻ ഒരു വഴിയില്ലല്ലോ. വളരെ സാധാരണ മനുഷ്യനല്ലേ. സെലിബ്രിറ്റികളാകുമ്പോൾ നമ്മളത് ആഘോഷിക്കും, പൊങ്കാലയിടും, ആകപ്പാടെ പുകയിക്കാനും. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഇച്ചിരി അവിഹിതം സൂക്ഷിക്കുന്ന മനുഷ്യരാണ്. പുരുഷനായാലും സ്ത്രീയായാലും. നിങ്ങൾ തെറ്റിദ്ധരിച്ചാലും എന്ത് ചെയ്താലും വേണ്ടില്ല, ഞാനൊരു സത്യം പറഞ്ഞേ ഉള്ളൂ. സന്തോഷം. ഈ സെഷനിൽ ഇവിടെ ഇരിക്കുമ്പോൾ വളരെ ദാർശനികമായ തലങ്ങളിലേക്കോ തത്വചിന്തകളിലേക്കോ ഒന്നുമല്ല നമ്മൾ പോകുന്നത്. പച്ചയായ ജീവിതങ്ങളിലേക്കും തുറന്ന സംസാരങ്ങളിലേക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ ആവാം ഇത്രയധികം ആൾക്കാർ ഈ വൈകിട്ട് അബ്ബാസിക്കയെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പുസ്തകത്തിൽ അനസ് അഹമ്മദിൻ്റെ നിരവധിയായിട്ടുള്ള കത്തുകളുണ്ട്. ഈ കത്തുകളിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഒരു കള്ളം പറയുന്നുണ്ട്. നിരവധിയായിട്ടുള്ള കള്ളങ്ങൾ പറയുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കള്ളമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ദേശത്തെക്കുറിച്ച് ഭാവന ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു ഭാവനയുടെ ഒരു ലോകം സൃഷ്ടിച്ചെടുക്കുകയാണ്. സമീറയ്ക്ക് അയക്കുന്ന കത്തുകളിൽ അനസ് അഹമ്മദ് തീർക്കുന്ന അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു ദേശമുണ്ട്. ആ ദേശത്ത് കാട്ടാനക്കൂട്ടങ്ങൾ മേയുകയും തെളിനീരൊഴുകുകയും ചെയ്യുന്ന അരുവികളുണ്ട്. ഇത് സമീറയ്ക്ക് അയപ്പോട് പറയുമ്പോൾ സമീറ ചോദിക്കുന്നുണ്ട്, ആ കുന്നിൻ്റെ മുകളിൽ വേരൊന്തിയ മരങ്ങളില്ലേ എന്ന്. അതിന് അനസ് അഹമ്മദ് മറുപടി പറയുന്നുണ്ട്, സത്യം പറയൂ സമീറ, നീ ആ കുന്നിൻ്റെ മുകളിലേക്ക് വന്നിട്ടില്ലേ എന്ന്. പറയുന്നത് കള്ളമാണെങ്കിൽ കൂടി ഭാവനയുടേതായിട്ടുള്ള ഒരു ലോകം അനസ് അഹമ്മദ് അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. ആ ഭാവനയുടെ ലോകത്ത് അയാൾ ജീവിക്കുന്നുണ്ട്. ആത്മഹത്യക്കും ഭ്രാന്തിനും ഇടയിൽ എന്ന പുസ്തകം വായിച്ച ഒരാളെന്ന നിലയ്ക്ക് കൂടി ചോദിക്കട്ടെ, ഇത്തരത്തിൽ ഭാവനയുടേതായിട്ടുള്ള ഒരു ലോകം അബ്ബാസിക്ക എപ്പോഴെങ്കിലും ജീവിതത്തിൽ സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ലോകത്തിലേക്ക് കടക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഞാൻ അമ്മാവൻ്റെ നാടായ കുറ്റ്യാടിയിൽ ഒരു 3 വർഷം തനിയെ താമസിച്ചൊരു കുന്നിൻ പുറമുണ്ട്. ഞാനതിന് കാറ്റുപാറ കുന്ന് എന്നാണ് പേരിട്ടുള്ളത്. അപ്പോൾ ഈ നോവലിലെ കഥാപാത്രമായ അനസ് വിഭാവനം ചെയ്യുന്നത് അവിടുത്തെ ഭൂപ്രകൃതിയാണ്. നിങ്ങൾ പ്രണയിക്കുമ്പോൾ കള്ളങ്ങൾ പറയുമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ പ്രണയിക്കുമ്പോൾ കൃത്രിമമായി ദേശങ്ങൾ നിർമ്മിക്കും, നിങ്ങൾ കവിതകൾ എഴുതും, ദർശനം പറയും. പ്രണയം ഇപ്പോഴത്തെ പിള്ളേരെ ഭാഷയിൽ പറഞ്ഞ തേപ്പോട് കൂടി അല്ലെങ്കിൽ ബ്രേക്കപ്പോട് കൂടി കഴിഞ്ഞാൽ പിന്നെ കള്ളങ്ങളൊക്കെ പൊളിഞ്ഞ് താഴെ വീഴും വളരെ മനോഹരമായിട്ട്. മാത്രമല്ല ഒരു കാലത്ത് എൻ്റെയൊക്കെ തലമുറ പ്രണയിച്ച പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ തലമുറ പ്രണയിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് നിങ്ങൾ പ്രണയിക്കുന്നത് പറഞ്ഞാൽ. എൻ്റെ തലമുറയൊക്കെ ഒരു തരം വീർപ്പ് മുട്ടിയിട്ട് എന്തോ മഹാഭാവം ചെയ്യും പോലെ പ്രണയിച്ചിരുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനല്ല. അവർ വളരെ ഉഷാറാണ്. ഇപ്പോൾ ചങ്ങമ്പുഴയൊക്കെ രമണ എഴുതാനുള്ള കാരണം എന്തായിരിക്കും? തേപ്പാണ്. ഇപ്പോഴത്തെ കുട്ടികൾ തേപ്പ് എന്ന് ഒറ്റ വാക്കിൽ പറയുന്ന കാര്യത്തിനാണ് എൻ്റെ മുൻ തലമുറ മഹാകാവ്യങ്ങൾ എഴുതിയത്. ഇന്ന് നമ്മൾ രമണം വായിക്കുന്നുണ്ടോ? ഇല്ല. ചെമ്മീൻ വായിക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഓറഞ്ച് പോലെ വിറ്റഴിഞ്ഞു പോയ പുസ്തകങ്ങളാണ് തകഴിയുടെ ചെമ്മീൻ. തകഴിയെ വില കുറച്ച് കാണിക്കാനല്ല ഈ പ്രണയം എന്നുള്ള വിഷയം പറഞ്ഞപ്പോൾ പറയുന്നതാണ്. ഇപ്പോഴത്തെ കുട്ടികൾ ഒരു ടിക്ക് ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ ഒരു ടിക്ക് 2 ടിക്ക് ആവുന്നതും 2 ടിക്ക് ബ്ലൂ ടിക്ക് ആവുന്നതും അല്ലേ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളുടെ. എൻ്റെയും ഞാനും ആ ഒരു ജനറേഷനിൽ കൂടെ സഞ്ചരിക്കുന്ന ആളാണ്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഡബിൾ ടിക്ക് ആവുന്ന ഞാനും കാത്തിരിക്കുന്ന ആളാണ്. അപ്പോൾ പ്രണയത്തിൻ്റെ കൺസെപ്റ്റ് തന്നെ മാറിയിട്ടുണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ട്. പ്രണയം വളരെ മനോഹരമായിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ പ്രണയിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ പോലത്തെ ഫേസ്ബുക്ക് മാമന്മാർക്ക് ഇച്ചിരി അസൂയും കാര്യമൊക്കെ ഉണ്ടാവും. അത് ഞാൻ എഴുതുന്നതിലും വന്നു പോകും, വേറെ ഒന്നുമില്ല കൂടുതലായിട്ട് പറയാം. ആ മറുപടിയിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പ്രണയം മാത്രമല്ല, ഇപ്പോൾ അബ്ബാസിക പറഞ്ഞത് ഈ കാലത്തെ പ്രണയം നന്നായിട്ട് പ്രണയിക്കുന്ന കുട്ടികളുണ്ട് എന്നുള്ളതാണ്. ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ കാലഘട്ടത്തെ കുട്ടികളെ കുറിച്ച്, എൻ്റെ സുഹൃത്തുക്കളെക്കുറിച്ച് ഞാൻ കാണുന്ന കുട്ടികളുടെ വായനയും പ്രണയവും ഒക്കെ പറയേണ്ടത് എൻ്റെ കടമയാണെന്നുള്ളത് കൊണ്ടാണ്. അതിന് ഞാൻ എൻ്റേതായിട്ടുള്ള മറുപടി പറയാം. അതിനു മുമ്പ്
അബ്ബാസക്ക് ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് നേരെ വിപരീതമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആക്ഷേപങ്ങളാണ് ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ തലമുറ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇന്നുണ്ട്. ഇവരിവിടെ വന്നിരിക്കുന്നത് വായനയെയും സൗഹൃദങ്ങളെയും പ്രണയത്തെയും ഇഷ്ടപ്പെടുന്നുകൊണ്ടാണ്, അക്ഷരങ്ങളെ ഇഷ്ടപ്പെടുന്നുകൊണ്ടാണ്. പക്ഷേ ഞങ്ങളുടെ തലമുറ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് വായന മരിച്ചു, അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികളെല്ലാം വായനയിൽ നിന്ന് അകന്നു പോകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഈ പ്രണയത്തിൻ്റെ കാര്യം പറയുമ്പോൾ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് വേറൊരാളുടെ കൂടെ പ്രണയത്തിൽ ഏർപ്പെടുന്നത് എന്തോ വലിയ മഹാകുറ്റമായി കണക്കാക്കുന്നു. ഒരു തവണ ബ്രേക്കപ്പ് ആയ ആൾ പിന്നീട് ഒരിക്കലും സ്നേഹിക്കാൻ പാടില്ല എന്ന ചട്ടക്കൂട് സമൂഹം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നുകൂടി അതിനകത്ത് പറഞ്ഞു വെക്കാനുണ്ട്. അപ്പോൾ അത്തരത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാ കാലഘട്ടത്തും ഈ ചർച്ച നടന്നിട്ടുണ്ട്. ഇന്ന് വളരെ കൂടുതലായിട്ട് ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ പ്രണയമല്ല, അല്ലെങ്കിൽ അവർ വായനയിൽ നിന്നൊക്കെ വഴുകിപ്പോകുന്നതടക്കമുള്ള പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അബ്ബാസിക്കയ്ക്ക് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? എനിക്ക് അത്ര ഒറ്റ ആക്ഷേപങ്ങളും ഇല്ല. സ്വർണം പോലുള്ള 2 പെൺകുട്ടികളുടെ ഉപ്പയാണ് ഞാൻ. എനിക്ക് അവരറിയാതെ അവരെ പ്രണയം, മൂത്ത മകളെ ബ്രേക്കപ്പ് എനിക്കറിയാം. നോക്കൂ, ഇപ്പോഴത്തെ കുട്ടികളെ ഞാൻ പറഞ്ഞല്ലോ, വളരെ മനോഹരമായിട്ടാണ് പ്രണയിക്കുന്നത്, കള്ളങ്ങളില്ലാതെ. ഒരാളെ അവർക്ക് പരസ്പരം പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ലേ? ഒരാൾ നിങ്ങൾ തേപ്പ് നമ്മൾ പറയുന്ന അവരത് ബ്രേക്കപ്പായി പോയി, മറ്റ് ബന്ധങ്ങൾ തേടുന്നു. എൻ്റെയൊക്കെ തലമുറ കള്ളും കുടിച്ച് കഞ്ചാവും വലിച്ച് താടിയും വലിച്ച് വലിയ ജുബ്ബയിട്ട് പോകുന്ന ദേവദാസുള്ള സിനിമ നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? എൻ്റെ തലമുറയുടെ പ്രണയം അങ്ങനെയായിരുന്നു. ഒരു പ്രണയം നഷ്ടപ്പെടുന്നതോടുകൂടി ജീവിതം തന്നെ നഷ്ടപ്പെട്ടു. ആത്മഹത്യ ചെയ്തവർ ആൺകുട്ടികളും പെൺകുട്ടികളും. എൻ്റെ തലമുറയുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പോഴും ഉണ്ടാവാന്നു ചില ദുർബലർ, പ്രത്യേകിച്ച് പ്രണയത്തിൽ രതി കടന്നു വരുന്നതുകൊണ്ട് തന്നെ അത് എപ്പോഴും പുരുഷന് ആധിപത്യമുള്ളൊരു സമൂഹം ആയതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ ആവും ബാധിക്കുക സ്വാഭാവികമായിട്ടും. രതി കൂടി പ്രണയത്തിലുള്ള, രതിയില്ലാത്ത പ്രണയം മുന്നോട്ട് പോകുമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. എന്നോട് ചോദിച്ചാൽ പോയില്ല എന്നാണ് ഞാൻ പറയാം. അപൂർവം വ്യക്തികൾക്ക് പോയേക്കാം. മറ്റു പല സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിക്ക് രതിയില്ലാത്ത പ്രണയവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയേക്കാം. ഇപ്പോഴത്തെ കുട്ടികൾ ഞങ്ങളെ തലമുറയേക്കാൾ വായിക്കുന്നുണ്ട്. അതിൽ തെളിവാണല്ലോ സരൺ ഇഷ്ടമില്ലെന്ന റീൽസ് ഞാൻ മുടങ്ങാതെ കാണുന്ന ആളാണ്. എങ്ങനെ ഞാൻ ഒ വി വിജയനെ വായിച്ചോ അല്ലെങ്കിൽ എങ്ങനെ എം ടിയെ വായിച്ചോ അതിനേക്കാൾ മനോഹരമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത്. ഇപ്പോഴത്തെ കുട്ടികൾ നന്നായിട്ട് വായിക്കുന്നുണ്ട്. എന്നെപ്പോലെ മാമന്മാർ അസൂയാണിത്. അസൂയും കുസുമ്പിനൊരു കുറവില്ലല്ലോ. എൻ്റെ മുമ്പത്തെ ജനറേഷൻ എന്നെയൊക്കെ കുറ്റം പറഞ്ഞു, മുടി നീട്ടി വളർത്തിയതിന്. പലതിനും വായിച്ചു. കാക്കനാടിനെയും കഞ്ചാവ്, എൻ്റെയൊക്കെ ഏട്ടനൊക്കെ പറയാം എന്താണെന്നറിയോ, കണ്ണി കണ്ട ഒരു കഞ്ചാവ് വലിച്ച് കാണുന്ന എന്തെങ്കിലും എഴുതി വെക്കും, അതൊക്കെ വായിച്ചാലാടാ എനിക്ക് പണി വയ്ക്കും. ഞങ്ങളുടെ തലമുറ ഈ ആക്ഷേപം നേരിട്ടിട്ടുണ്ട്. അത് ചുമ്മാതാണ്. ഓരോ തലമുറ മാറുന്നിടത്തോളം നമ്മുടെ കുട്ടികൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്ക് അവർ നല്ല പ്രതീക്ഷയുണ്ട്. നന്നായിട്ട് വായിക്കുന്ന കുട്ടികളുണ്ട്. ഇൻസ്റ്റയിൽ കൊച്ചു കവിതകൾ എഴുതിയിടുന്ന കുട്ടികൾ. അപ്പോൾ നിങ്ങൾക്കെതിരെ വരുന്നതിനെ നിങ്ങൾ തന്നെ പ്രതിരോധിക്കുക. ഒരു പരിധിവരെയൊക്കെ നമുക്കൊക്കെ ഇത്തരം വേദികൾ ഇത് പറയാൻ പറ്റുള്ളൂ. എന്തിലൂടെ എഴുത്തായാലും ഫേസ്ബുക്ക് പോസ്റ്റ് എന്തിനും ഒരു പരിധിയുണ്ട് ഞങ്ങൾക്കൊക്കെ. എൻ്റെ തലമുറ എല്ലാവരും ഇത്തരം കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊള്ളുന്നില്ല. മകളെ പ്രണയം അക്സെപ്റ്റ് ചെയ്യാത്ത അച്ഛന്മാരുണ്ട്. നമ്മൾ കാണുന്നുണ്ടല്ലോ കേരളത്തിൽ ഇഷ്ടം പോലെ. നിറം കുറഞ്ഞതിന് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന കുട്ടികളുള്ള നാട്ടിലിരുന്നാണ് നമ്മൾ പ്രണയത്തെപ്പറ്റി സംസാരിക്കുന്നത്. അതുകൂടി ഓർമ്മയുണ്ടായാൽ മതി. അപ്പോൾ പുതിയ തലമുറയാണ് കുറച്ചുകൂടി ഷാർപ്പും എല്ലാ കാര്യത്തിലും അവർ മുന്നോട്ടാണ്. ഒരു അക്ഷരം എനിക്ക് അവരെ പറ്റി പറയാനില്ല. പലപ്പോഴും അവരെ വായനയൊക്കെ കാണുമ്പോൾ കൈ കുപ്പി തൊഴാനാണ് തോന്നാറ്. എന്നെക്കാളും നന്നായിട്ട് വായിക്കുന്നുണ്ട് അവർ. അത് അംഗീകരിക്കണമെങ്കിൽ എനിക്ക് എന്ത് മടിയുള്ളതെന്ന്. അങ്ങനെ ഉണ്ടല്ലോ. എൻ്റെ മുൻ തലമുറ എന്നെ ഇച്ചിരി കാര്യങ്ങൾ ആക്ഷേപിച്ചു, അതുപോലെ എൻ്റെ തലമുറ ഇപ്പോഴത്തെ തലമുറ ഇച്ചിരി ആക്ഷേപിക്കും. ഇനി നിങ്ങളുടെ തലമുറ അടുത്ത തലമുറയെ ഇച്ചിരിയൊക്കെ കുറ്റം പറയാൻ പോകുന്നു. പറയാതിരിക്കട്ടെ. ശരി. പുതിയ കാലത്തിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് അതിലൊരു പ്രതിരോധം തീർക്കേണ്ടത് എൻ്റെ കൂടി കടമയാണെന്ന് ഞാൻ കണക്കാക്കുന്നു. കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മൾ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഒരു പൊതുബോധമുണ്ട്. ആ പൊതുബോധത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏകദേശം 4ാം ക്ലാസ് 5ാം ക്ലാസ് കാലഘട്ടത്ത് പ്രസംഗ മത്സരത്തിന് പോകുവാൻ. അപ്പോൾ കിട്ടുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വായന മരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കണ്ടു. അവന് കിട്ടിയ ടോപ്പിക്കും വായന മരിക്കുന്നു എന്നുള്ളതാണ്. വായന മരിക്കുന്നു, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, ഇങ്ങനത്തെ സ്ഥിരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് മാറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ സ്വാഭാവികമായിട്ട് അവരെ കൊണ്ടത് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്നത്തെ വിദ്യാർത്ഥികളെ, കുട്ടികളെ അറിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. നമ്മളൊരു ട്രെയിൻ യാത്ര നടത്തുമ്പോൾ, ബസ് യാത്ര നടത്തുമ്പോൾ ഒക്കെ നിരവധിയായിട്ടുള്ള കുട്ടികളിരുന്ന് വായിക്കുന്നത് കാണാം. ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ പഠനഭാരം എത്രമാത്രം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഒരാൾ കൂടിയാണ് ഞാൻ നിയമത്തിൽ PG ചെയ്യുന്ന ഒരാളാണ്. ആ പഠനത്തിൻ്റെ ഇടയ്ക്ക് വായനയ്ക്കുള്ള സമയം കിട്ടാറില്ല എന്ന് തുറന്നു പറയാം. പക്ഷേ എന്നിട്ടും കണ്ടെത്തുന്നത് വായനയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട്. ഞാൻ കോഴിക്കോട്ടേക്ക് വന്ന ബസ്സിൽ കുട്ടികളിരുന്ന് സംസാരിച്ചത് ഈ പറയുന്ന പുസ്തകങ്ങളെക്കുറിച്ചായിരുന്നു. അവർക്ക് അതിൽ നിലപാടുകളുണ്ട് എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളുടെ പ്രണയം എന്ന് പറയുന്നത് അതിനെ എന്തോ തെറ്റായി കാണുന്ന രീതി അങ്ങനെയൊന്നുമല്ല. നന്നായി പ്രണയിക്കുന്നവർ ഇക്കാലത്തുമുണ്ട്, എല്ലാ കാലഘട്ടത്തുമുണ്ട്.
നല്ല പ്രണയങ്ങളും നല്ല വായനയും എല്ലാ കാലഘട്ടത്തും ഉണ്ട്. ഈ ചോദ്യം നമുക്ക് വേണമെങ്കിൽ തിരിച്ചും ചോദിക്കാൻ പറ്റും. പഴയ കാലത്തെ പ്രണയങ്ങളെല്ലാം നല്ല പ്രണയങ്ങളായിരുന്നോ, അല്ലെങ്കിൽ പഴയ കാലത്തുണ്ടായിരുന്ന എല്ലാവരും എല്ലാ പുസ്തകങ്ങളും വായിക്കുന്നവരായിരുന്നോ എന്നുള്ള ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒന്നും കാര്യമില്ല. കാരണം നോക്കൂ, നമുക്ക് ഇന്ന് പറയുന്ന കുട്ടികളെന്ന് പറയുന്നത് അവർ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആണ്. അതോടൊപ്പം തന്നെ അവർക്ക് വായിക്കുന്നത് എന്തിനാണ് എന്നുള്ള ബോധം സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യനെ കൂടുതൽ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ്. നമുക്ക് ഈ പുസ്തകത്തിൽ നിന്നല്ലാത്ത മറ്റൊരു ചോദ്യം, പ്രണയത്തിൽ നിന്ന് കുറച്ച് സമയത്തേക്കൊന്ന് മാറിയിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാവുന്ന വരുന്നു. അബ്ബാസിക്ക ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാവും, ചിലർ വായിച്ചിട്ടുണ്ടാവില്ല. അത് ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെട്ട ഒരു പോസ്റ്റായിരുന്നു. 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരുന്നപ്പോൾ ഫുൾ A+കാരുടെ ഒരു നീണ്ട നിര തന്നെ സ്റ്റാറ്റസുകൾ നിറഞ്ഞു നിന്നപ്പോഴായിരുന്നു അബ്ബാസിക്ക ഈ പോസ്റ്റ് ഇട്ടത്. അദ്ദേഹത്തിൻ്റെ മകൻ 10ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചത്. ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ഫുൾ A+ ഒന്നുമില്ല, 2 A+, ബാക്കി Aയും Bയും. ഞാൻ എൻ്റെ മകനെ അഭിമാനത്തോടെ ചേർത്ത് പിടിക്കുന്നു. അന്നത്തിൽ ഓരോഹരി പൂച്ചകൾക്ക് കൊടുക്കുന്നതിന്, ഈ പൊരിവെയിലത്ത് ഒറ്റ ദിവസം പോലും മുടങ്ങാതെ കിളികൾക്കും കാക്കകൾക്കും വെള്ളം കൊടുക്കുന്നതിന്, സ്വന്തം വസ്ത്രങ്ങൾ അലക്കുകയും കഴിച്ച പാത്രങ്ങൾ കഴുകുകയും സ്വന്തം കിടപ്പിടം തുടയ്ക്കുകയും മുറ്റമൊടിക്കുകയും ചെയ്യുന്നതിന്, ഞാൻ കൊടുക്കുന്ന ചെറിയ പോക്കറ്റ് മണിയിൽ നിന്ന് പോക്കറ്റ് മണി കിട്ടാത്ത കൂട്ടുകാർക്ക് ഒരു ഓഹരി കൊടുക്കുന്നതിന്, ഒരു ദിവസത്തെ വീട്ടു ചെലവിന് എത്ര രൂപ വേണമെന്ന് കൃത്യമായിട്ട് അറിവുള്ളതിന്, നന്നായിട്ട് പന്ത് കളിക്കുന്നതിന്, ഈ ഭൂമിയിൽ എൻ്റെ മകനായി പിറന്നതിന് ഞാൻ അവനോട് നന്ദി പറയുന്നു. ഏറ്റവും സ്നേഹത്തോടെ ഞാൻ അവൻ്റെ നെറുകയിൽ ഉമ്മ വയ്ക്കുന്നു. ജീവിതത്തിലെ യഥാർത്ഥ പരീക്ഷകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ ഹാഷിമേ എന്ന് ഞാൻ അവനോട് ഉറക്കെ പറയുന്നു. ഒപ്പം ഫുൾ A+ നേടിയ അവൻ്റെ കൂട്ടുകാരെയും മറ്റു കുട്ടികളെയും അഭിനന്ദിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ, അതിലേറെ അഭിമാനത്തോടെ, മുഹമ്മദ് ഹാഷിമിൻ്റെ ഉപ്പ മുഹമ്മദ് അബ്ബാസ്. നോക്കൂ, എൻ്റെ മൂത്ത 2 പെൺകുട്ടികളും ഫുൾ A+ഉം അതിൻ്റെ അപ്പുറം എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റുക അതൊക്കെ വാങ്ങിയതാണ്. അവരും എൻ്റെ മക്കളാണ്. ഒരു A+ ഇട്ട കുട്ടി എൻ്റെ മകനാണെന്നേ. ഞാനിവന് ഒരു A+ കിട്ടിയിട്ട് അവർ ലഡുവൊക്കെ വാങ്ങി പോകുമ്പോഴാണ് കാറ് നിർത്തിയിട്ടിട്ട് ഒരു ഉപ്പ ഫോൺ സ്പീക്കറിലിട്ട് വീട്ടിലോട്ട് 8 A+ കിട്ടിയ 7 കിട്ടിയ ഒരു കുട്ടിയെ അദ്ദേഹത്തിൻ്റെ മകളെ വഴക്ക് പറയുന്നത് 7 എണ്ണം കിട്ടിയതിന്. നിങ്ങളൊന്നാലും ഈ SLC ആണോ ഒരു കുട്ടിയുടെ അവസാനത്തെ പരീക്ഷ? ആ ഒരു സമയത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, 10ാം ക്ലാസ്സിലെ കുട്ടികൾ ഒരു 6 മാസം എത്തുമ്പോൾ അവരുടെ ചെറിയും കളിയൊക്കെ നിൽക്കും, മുഖമൊക്കെ അങ്ങനെ വീർത്ത് നിൽക്കുന്നുണ്ടാവും. നല്ല സൗഹൃദങ്ങൾ വേണ്ട ഒരു സമയമാണത്. 15-16 വയസ്സ് ആൺപെൺ സൗഹൃദങ്ങൾ ശക്തിപ്പെടേണ്ട ഒരു പ്രായം. അവരതിനും കൂടി വിട്ടുകൊടുക്കുക. ഇച്ചിരി കാരണം അവർ പൂച്ചക്കുട്ടിയെ വീട്ടിലോട്ട് കൊണ്ടുവന്നാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അതിനും വലിയ A+ ഒന്നും കിട്ടാനില്ലാന്നേ. വെറുതെ നമുക്ക് തോന്നുന്ന ഒരുപാട് അങ്ങ് പഠിച്ച് പഠിപ്പിസ്റ്റുകളായ ഈ ലോകം നന്നാവും, നമ്മൾ നന്നാവും എന്നൊക്കെ പഠിച്ച് A+ വാങ്ങുന്നൊരു മോശം കാര്യമായിട്ട് ഒരിക്കലും ഞാൻ കാണുന്നില്ല. എൻ്റെ മക്കൾ വാങ്ങിയിട്ടുണ്ട്, ഇവൻ്റെ കൂട്ടുകാർ വാങ്ങിയിട്ടുണ്ട് എന്ന് വെച്ച് അവൻ എൻ്റെ മകൻ അല്ലാതാവുന്നില്ല. ഞാൻ എപ്പോഴും അവനെ ചേർത്ത് പിടിക്കണേ. അവൻ എൻ്റെ മകനാണ്. ഈ ഭൂമിയിൽ എൻ്റെ മകനായിട്ട് പറഞ്ഞതിന് ഞാൻ അവനോടാണ് നന്ദി പറയേണ്ടത്, അവൻ എന്നോടല്ല. ഈ കാഴ്ചപ്പാടുണ്ടായാൽ മതി, പ്രശ്നങ്ങളൊക്കെ തീരും. സന്തോഷം. 10ഉം +1ഉം +2ഉം എല്ലാം ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റുകളാണെന്ന് പലതവണ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ വെച്ചിട്ടാണ് ഈ പോസ്റ്റ് വരുന്നത്. അന്നത്തിൽ ഓരോഹരി മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ നീ വിജയിച്ചിരിക്കുന്നുവെന്ന് മുഹമ്മദ് ഹാഷിമിനോട് അദ്ദേഹത്തിൻ്റെ ഉപ്പ പറയുമ്പോൾ അദ്ദേഹത്തിന് ആ മകന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളിലൊന്ന് ഈ മനുഷ്യൻ്റെ മകനായി ജനിച്ചു എന്നുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് തിരിച്ച് പുസ്തകത്തിലെ പ്രണയത്തിലേക്ക് പോകാം. അനസ് അഹമ്മദ് സമീറയ്ക്ക് അയക്കുന്ന ഒരു കത്തിൽ പറയുന്നുണ്ട്, പ്രണയത്തിലേർപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരുതരം മരണമാണ്. അത് നമ്മളെ തന്നെ പുതുക്കിപ്പണിയലാണ്. എങ്ങനെയാണ് പ്രണയം ഒരു മനുഷ്യനെ പുതുക്കിപ്പണിയുന്നത്? നിങ്ങൾ ഏത് പ്രായത്തിലായാലും പ്രണയം നിങ്ങളെ പുതുക്കിപ്പണിയുക തന്നെ ചെയ്യും. നിങ്ങൾ ഗന്ധങ്ങൾ കൂടുതൽ ദുർഗന്ധം പോലും സുഗന്ധമായിട്ട് മാറാൻ തുടങ്ങും. വർണ്ണങ്ങൾ വളരെ മനോഹരമായിട്ട് തോന്നാൻ തുടങ്ങും. സഹജീവികളോട് സ്നേഹം വരും. വല്ലാത്തൊരു ഉണർവും ഉന്മേഷവും വരുന്നത് ഈ ഇരിക്കുന്ന ഓരോ വ്യക്തിയും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള വികാരമായിരിക്കും പ്രണയിക്കുമ്പോൾ. പ്രണയം തീർച്ചയായിട്ടും ഒരു മനുഷ്യനെ പുതുക്കിപ്പണിയും. 60ാം വയസ്സിലായാലും 80ാം വയസ്സിലായി പ്രണയത്തിന് പ്രായമുണ്ടെന്നൊക്കെ ചിലരുടെ ധാരണ. കല്യാണം കഴിച്ചൊരു കുട്ടിയൊക്കെ ആയാൽ പിന്നെ പ്രണയമൊന്നും വേണ്ട, ബാക്കി ഒരു വീടും ആയാൽ കഴിഞ്ഞു, പിന്നെ മനുഷ്യൻ്റെ ജീവിതം തന്നെ കഴിഞ്ഞു. പെൺകുട്ടിയാണെങ്കിൽ പറയാൻ വേണ്ട. സ്ത്രീക്ക് ഒരു കുട്ടിയായി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. പ്രണയം കഴിഞ്ഞു, അവരെ എഴുത്ത് കഴിഞ്ഞു, കവിത കഴിഞ്ഞു, സംഗീതം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അങ്ങനെയല്ല. കൊളറകാലത്തെ പ്രണയം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും മാർക്കേസിൻ്റെ. അതിലെ നായകൻ നായികയെ സ്വന്താക്കുന്നത് 73ാം വയസ്സിലെങ്ങാണ്ട അല്ലേ?
കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുള്ള ഒരു അവസാന യാത്ര. ഈ ചേർത്ത് പിടിക്കൽ ഒരു പ്രണയമാണ്. നമ്മൾ പ്രണയത്തിൻ്റെ കൂടെ സെക്സ് കൂടി ചിന്തിച്ചിട്ടാണ് നമുക്ക് പ്രണയം ഒരു പ്രായം കഴിഞ്ഞാൽ നടക്കില്ല എന്നൊക്കെ തോന്നുന്നത്. സെക്സ് അതിന് അനുബന്ധമായിട്ട് വരുന്ന കാര്യം, അത് നിങ്ങൾ തീരുമാനിക്കാം. പ്രണയം എപ്പോഴും ഉള്ളതാണ് ഈ ഭൂമിയിൽ. പ്രണയം ഇല്ലാതെ നിങ്ങളിങ്ങനെ ശ്വസിക്കുക, നിങ്ങളിങ്ങനെ ജീവിക്കുക. നിങ്ങളെന്തിനാ നാണം മറയ്ക്കുന്നത്? നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ? മനുഷ്യൻ്റെ ജീവൻ്റെ അടിസ്ഥാന ആധാരം തന്നെ പ്രണയമാണ്. സന്താനം ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ, പ്രണയിച്ചില്ലെങ്കിൽ, നിങ്ങൾ ഇണ ചേർന്നില്ലെങ്കിൽ ഭൂമിയിൽ മനുഷ്യ ജന്മങ്ങൾ തന്നെ ഉണ്ടാവില്ല. നമ്മളത് അത്ര സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. നമ്മൾ പ്രണയം എന്ന് പറയുമ്പോൾ അത് കുട്ടിയാക്കുള്ള എന്തോ പരിപാടി, അത് നമുക്കൊന്നും പറ്റൂല എന്നറിയാം. അങ്ങനെയൊന്നുമില്ല. പ്രണയം എല്ലാവരിലും പുതുക്കി പടിയുക തന്നെ ചെയ്യും. നിങ്ങളെ ലോകത്തെ കുറേ കൂടി സുന്ദരാക്കും. നിങ്ങൾക്ക് വീട്ടിലെത്തി പ്രണയിക്കുന്നൊരു വ്യക്തി, നല്ല സൗഹൃദത്തോടു കൂടി പ്രണയിച്ചു പോകുന്നൊരു വ്യക്തി വീട്ടിൽ കയറി ചെല്ലുമ്പോൾ മകനോ അച്ഛനോ ആവട്ടെ, ആ കുടുംബത്തിനും കൂടി ഒരു വെളിച്ചുണ്ടാവും. കാരണം ഈ പോകുന്ന മനുഷ്യൻ്റെ വാക്കിലൊരു സൗമ്യത ഉണ്ടാവും, അല്ലേ? ഇതൊന്നും ഇല്ലാതെ ഒരു പറ്റക്കൻ സ്വഭാവമുള്ള മനുഷ്യൻ എത്തിയാൽ വീടാകെ അലമ്പായി. പിന്നെ മക്കൾ പേടിച്ചൊരു മൂലക്കലിരുന്നു, അല്ലേ? എന്ന് വെച്ചാൽ എല്ലാവരും കയറി ഇപ്പം നാളെ തന്നെ അയൽവക്കത്തുള്ള സരോജിനി നസീമാനി പ്രണയിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പ്രണയം ഏത് വയസ്സിലും ആവാം എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പ്രണയം തീർച്ചയായിട്ടും നിങ്ങളെ ലോകത്തെ പുതുക്കി പണിയും. വേണമെങ്കിൽ പരീക്ഷിക്കാം. ഞാൻ പരീക്ഷിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യ അവിടെ ഇരിക്കുന്നുണ്ട്. സന്തോഷം. പ്രണയത്തെ പറ്റിയുള്ള മനോഹരമായ വാചകങ്ങൾ ഒന്നായിരുന്നു അത്. പ്രണയം ഒരു മനുഷ്യനെ പുതുക്കി പണിയുന്നതാണ്, കൂടുതൽ സ്നേഹിക്കാൻ അനുവദിക്കുന്നതാണ്. കടൽ കാണുമ്പോൾ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ പ്രണയമുണ്ട്. ഒരു മരം കാണുമ്പോൾ അതിനെ കണ്ട് അതിൻ്റെ മനോഹരത ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രണയത്തിലാണ്. ഈ ഭൂമിയെ കുറച്ചുകൂടി നന്നായിട്ട് നോക്കിക്കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ നല്ല പ്രണയത്തിലും നല്ല സൗഹൃദങ്ങളിലും ഏർപ്പെടുമ്പോഴാണ്. അബ്ബാസിക്ക പറഞ്ഞ മറുപടിയിൽ ഒരു പരാമർശം ഉണ്ടായിരുന്നു കോളറ കാലത്തെ പ്രണയം എന്ന പുസ്തകത്തെക്കുറിച്ച്. ആ പരാമർശത്തിൽ നിന്ന് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ പുസ്തകത്തിൽ അനസ് അഹമ്മദ്, ഞാൻ പറഞ്ഞു അനസ് അഹമ്മദ് വർഷങ്ങൾക്ക് ശേഷം സമീറയ്ക്ക് അയക്കുന്ന കത്തുകളാണ്. 30 കത്തുകളാണ് ഈ നോവൽ എന്ന് പറയുന്നത്. ഈ കത്തുകളിൽ അനസ് അഹമ്മദ് സമീറയുടെ അഡ്രസ്സ്, മേൽവിലാസം തിരക്കുന്നുണ്ട്, മേൽവിലാസം അറിയാൻ വേണ്ടി പാടുപെടുന്നുണ്ട്. പക്ഷെ ആ മേൽവിലാസത്തിലേക്ക് എത്തിപ്പെടുന്നത് അദ്ദേഹം പണ്ട് അവൾക്ക് അയച്ച ഒരു കവിതയുടെ മേൽവിലാസത്തിൽ നിന്നാണ്. ആ കവിത ഒരുപക്ഷെ പ്രണയത്തിൻ്റേതാവാം, സൗഹൃദത്തിൻ്റേതാവാം, എന്തിൻ്റേതുമാവാം. പക്ഷേ ആ കവിത അയച്ചു കൊടുത്തത് മാർക്കേസിൻ്റെ പ്രശസ്തമായ കോളറ കാലത്തെ പ്രണയമെന്ന പുസ്തകത്തിൽ വെച്ചുകൊണ്ടായിരുന്നു. പണ്ട് കാളിദാസൻ പ്രേമസന്ദേശങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചത് ആകാശമേഘങ്ങളെ ആയിരുന്നുവെങ്കിൽ അനസ് ഉപയോഗിച്ചത് കോളറ കാലത്തെ പ്രണയമായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം കോളറ കാലത്തെ പ്രണയത്തെ അനസ് അഹമ്മദ് അവിടെ ഉപയോഗിച്ചത്? അല്ലെങ്കിൽ കോളറ കാലത്തെ പ്രണയത്തെക്കുറിച്ച്, അതിൻ്റെ വായനയെക്കുറിച്ച് അബ്ബാസിക്കയുടെ അനുഭവം കൂടി എന്ന് പറയാമോ? അതിൻ്റെ വായന വായിച്ചവർക്കൊക്കെ അറിയാം, ലോകത്തിലെ ഏറ്റവും മികച്ച പ്രണയ നോവലുകളിൽ ഒന്നാണത്. പ്രണയ നോവൽ എന്നല്ല, നോവലുകളിൽ ഒന്നാണത്. ഇപ്പോൾ പ്രണയിക്കുന്ന വായനാശീലമുള്ള ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ കൈമാറിയേക്കാവുന്ന പുസ്തകം റാം കെയർ ഓഫ് ആനന്ദിയാവും, അല്ലെങ്കിൽ നിമ്നയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള പുസ്തകമാവും പ്രണയം എനിക്ക് കൊടുക്കുക. അതിലെനിക്ക് സംശയമൊന്നുമില്ല. എൻ്റെ പുസ്തകം ആവില്ല, എന്തായാലും MDയുടേതും ആവില്ല. ഞാൻ തുറന്നു പറയാണ്, അദ്ദേഹം മരിച്ചുപോയി. ജീവിച്ചിരിക്കുന്ന സച്ചിദാനന്ദൻ്റെ കവിതകളും ആവില്ല കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ റാം കെയർ ഓഫ് അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദിയും നിമ്ന വിജയുടെ ഇത്, അല്ലെങ്കിൽ ഞാൻ മോഹനൻ്റെ ഒരിക്കൽ ശരണൊക്കെ റീൽ ചെയ്ത് ഇതാവും കൊടുക്കണ്ടാവുക. എൻ്റെയൊക്കെ തലമുറ, അനസ് എൻ്റെ ഒരു ഏജുള്ള ആളാണ് കഥാപാത്രം. ഞങ്ങളെ തലമുറ ആവേശത്തോടെ, നിങ്ങൾ റാം കെയർ ഓഫ് ആനന്ദി ഏറ്റെടുത്ത അതേ ആവേശത്തോടെ ഏറ്റെടുത്ത പുസ്തകമാണ് കോളറ കാലത്തെ പ്രണയം. അതിന് ഇംഗ്ലീഷാണ് പലരും കൊടുത്തത്. എൻ്റെ കഥാപാത്രം പാവം എന്നെപ്പോലെ ഇംഗ്ലീഷ് അറിയാത്ത ആളായതുകൊണ്ട് അതിൻ്റെ മലയാള പരിഭാഷയാണ് കൊടുത്തത്. ആ വ്യത്യാസമേ ഉള്ളൂ. അന്നൊരു ട്രെൻഡായിരുന്നു. ആരാച്ചാർ ഇറങ്ങിയപ്പോൾ നമുക്കറിയാം, മീരേച്ചിയുടെ ആരാച്ചാർ എല്ലാവരും കയ്യിൽ വെക്കുന്ന ട്രെൻഡായിട്ട് കൊണ്ട് നടന്ന കാലമുണ്ട്. വായിച്ചോ ഇല്ലേ, പിന്നെ വായിക്കപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാലോ, റാം കെയർ ഓഫ് ആനന്ദിയാവും നിങ്ങൾ പ്രണയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കാമുകനക്കോ കാമുകിക്കോ കൊടുക്കുക, അല്ലെങ്കിൽ നിമ്നയുടെ പുസ്തകം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. കോളറ കാലത്തെ പ്രണയം എക്കാലത്തെയും മികച്ച നോവലുകളൊന്നാണ്. ഞാൻ ആവർത്തിച്ച് വായിക്കുന്ന നോവലുകളൊന്നാണ്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഇത് വായിച്ച് അഖിലിനെ നിമ്നയൊക്കെ കുറ്റം പറയുന്ന ഒരുപാട് മുതിർന്ന എഴുത്തുകാരുണ്ട്. ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയില്ല. 4-5 ലക്ഷം കോപ്പി വിറ്റ് പോകുന്ന പുസ്തകങ്ങൾ ഒരു കുട്ടി ചെറുപ്പക്കാരെ എഴുതാന്ന് പറഞ്ഞാൽ അവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത്. അവരിലൂടെ എത്ര വായനക്കാരിയാണ് മലയാള സാഹിത്യത്തിൽ കിട്ടുക. ആ നിമ്നയും അഖിലയും വായിച്ച കുട്ടി അവിടെ വെച്ച് വായന നിർത്തി പോകുന്നില്ല. നീ അവ ഏറിയ അബ്ബാസിനെ വായിക്കും, അവിടെ നിന്ന് അങ്ങോട്ട് കടന്ന് മെല്ലെ MD OB വിജയൻ വായിച്ച് ലോകസാഹിത്യം വായിക്കാനുള്ള എത്രയോ വായനക്കാരെ സംഭാവന ചെയ്തവരാണ് അഖിലും നിമ്നയും. ഏറ്റവും ആദരവോടെ അവരെ ഞാൻ ഈ വേദിയിൽ ഓർക്കുന്നു. അവർ പരിഹസിക്കുന്ന ഒരുപാട് എഴുത്തുകാരുണ്ട്, കളിയാക്കുന്ന. അവർ എഴുതുമ്പോൾ അത് പൈങ്കിളിയും, ചേതൻ ഭഗത്ത് എഴുതുമ്പോൾ പൾപ്പ് ഫിക്ഷൻ ഒരു മനോഹരമായിട്ട് പറയുക ചെയ്യുക. അങ്ങനെയൊന്നുമില്ല. നീ എഴുത്ത് തന്നെ നിങ്ങൾ വലിയ എഴുത്ത് ചെറിയ എഴുത്തുനിന്നും വ്യത്യാസമല്ല. അത് എഴുതുന്നവരൊക്കെ ഒന്ന്. അവിടെ നിങ്ങൾ പൾപ്പ് ഫിക്ഷൻ പിന്നെ പലതരം വകഭേദം കണ്ട് ഞാൻ പറഞ്ഞ ആരും മുഷിപ്പിക്കുന്നില്ല.
എല്ലാവരും എഴുതുന്നു, അതിൽ വായനക്കാർക്ക് ഇഷ്ടപ്പെട്ടത് വായിക്കുന്നു. സോ ആ ഒരു കാലഘട്ടത്തിലെ ജനറേഷൻ ഇതായിരുന്നു കൊടുത്തത്. ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഖസാക്കിൻ്റെ ഇതിഹാസവും കൊടുക്കട്ടെ, ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, അത് എഴുതിയിട്ടുമുണ്ട്. കാരണം എൻ്റെ കുറച്ചും കൂടി മുന്നോട്ടാണ്. അങ്ങനെയാണ് ഗോൾഡകാലത്തെ പ്രണയം അവിടെ വരുന്നത്. അത്തരം നോവൽ മലയാളത്തിലും ഉണ്ടാവട്ടെ, അത് എഴുതാനുള്ള ആളുകളാവും ഇവിടെ ഇരിക്കുന്നതിൽ പലരും എനിക്ക് നല്ല ഉറപ്പുണ്ട്. സന്തോഷം. സമീപകാലത്ത് ഒരുപാട് പുതിയ എഴുത്തുകാർ നേരിടുന്ന ഒരു ചോദ്യത്തിൻ്റെ മറുപടി കൂടിയാണ് ആ പറഞ്ഞത്. ഇപ്പം എല്ലാവരും എഴുതാൻ തുടങ്ങുന്നു, അതിൽ സാഹിത്യമില്ല എന്നടക്കമുള്ള നിരവധിയായിട്ടുള്ള വിമർശനങ്ങളൊക്കെ വന്നു. അവിടെയാണ് അബ്ബാസിക്കയുടെ വാക്കുകൾ പ്രശസ്തമാവുന്നത്. എഴുതട്ടെ, എല്ലാവരും എഴുതട്ടെ, വായിക്കട്ടെ. അവർ അക്രമങ്ങളിലേക്കും മറ്റു പ്രശ്നങ്ങളിലേക്കും ഒന്നും അല്ലല്ലോ പോകുന്നത്, എഴുത്തിലേക്കും സാഹിത്യത്തിലേക്കുമാണ് എന്നുള്ളത് ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ്. പിന്നെ ഒരു പുസ്തകം വൈറലാകുമ്പോൾ അല്ലെങ്കിൽ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുമ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ, അല്ലെങ്കിൽ ആ പുസ്തകത്തിൽ സാഹിത്യമില്ല എന്നൊക്കെ പറഞ്ഞ് നിരവധിയായിട്ടുള്ള കമൻറ്റുകളും വന്നിട്ടുണ്ട്. അതൊക്കെ ചേർത്താണ് അബ്ബാസിക്ക പറഞ്ഞത്. അതോടൊപ്പം പറയാം, എനിക്ക് തോന്നുന്നു ഓരോ പുസ്തകങ്ങളും വായിക്കുന്ന മനുഷ്യരുടെ മനസ്സിലാണ് ഇടം നേടുന്നത്. ഒരു പുസ്തകം നല്ലതാണോ ചീത്തയാണോ മോശമാണോ എന്ന് തീരുമാനിക്കുന്നത് വായനക്കാരനാണ്. എനിക്ക് ഈ പുസ്തകം ഇഷ്ടപ്പെട്ടില്ല എന്ന് തുറന്നു പറയാനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഖസാക്കിൻ്റെ ഇതിഹാസത്തെ മതഗ്രന്ഥം പോലെ, ജീവിതത്തിൻ്റെ ഗ്രന്ഥം പോലെ കണക്കാക്കുന്ന അബ്ബാസിക്കയ്ക്ക് ഒരുപക്ഷെ ഖസാക്കിൻ്റെ ഇതിഹാസം ഇഷ്ടപ്പെടാത്ത ഒരുപാട് മനുഷ്യർ ഈ കൂടെ ഉണ്ടാവാം. അവരിലേക്ക് നോക്കുമ്പോൾ ആ വായനയെ, അവരുടെ ഇഷ്ടത്തെ അവരുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ അവരിഷ്ടപ്പെടുന്നത് എന്താണോ അതാണ് അവർക്ക് നല്ല പുസ്തകങ്ങളെന്ന്. അതിനർത്ഥം മറ്റ് പുസ്തകങ്ങളോ എഴുത്തുകാരോ മോശമാണോ എന്നല്ല. ഒരു ചോദ്യം കൂടി ആവർത്തിക്കാമെന്ന് തോന്നുന്നു. ഈ കത്തിലൊരിടത്ത് അനസ് എഴുതുന്ന ഒരു വരിയുണ്ട്. ആ വരി വായിച്ചപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത്, നമ്മൾ സാധാരണ കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യങ്ങളെ പറയും. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, നമുക്ക് ഈ ചോദ്യങ്ങളെ ചോദിച്ച് അവസാനിപ്പിക്കാവുന്നതാണ്. കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന് സമാനമായൊരു തമിഴ് വരി ഞാൻ വായിച്ചിരുന്നു. നല്ലതേ ചെയ്യ് നല്ലതേ നടക്കും, ആണാ എന്ത് നിലയിൽ വന്നാലും വന്ന നിലയിൽ മറക്കാതെ. നല്ല കാര്യങ്ങൾ ചെയ്യൂ, നല്ല നിലയിലെത്തും. ആണാ എന്ത് നിലയ്ക്ക് വന്നാലും വന്ന വഴി മറക്കാതിരിക്കുക എന്ന് അനസ് സമീറയ്ക്ക് അയക്കുന്ന കുറിപ്പിൽ ഒരു ഭാഗത്ത് അടയാളപ്പെടുത്തുന്നുണ്ട്. സ്നേഹമായാലും വെറുപ്പായാലും നിങ്ങളത് അർഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ തേടിയെത്തുമെന്ന്. അനസിൻ്റെ ആ കാഴ്ചപ്പാടിനെ പ്രണയത്തിൻ്റെ കൺസെപ്റ്റിലൂടെ എങ്ങനെയാണ് അബ്ബാസിക്ക നോക്കിക്കാണുന്നത്? സ്നേഹമായാലും വെറുപ്പാണെങ്കിലും അർഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ തേടിയെത്തും. നിങ്ങളത് അർഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് തേടി എത്തുക തന്നെ വേണം. ഒരു വ്യക്തിയെ വെറുപ്പിക്കാൻ വേണ്ടെന്ന് എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെറുപ്പ് നിങ്ങളെ തേടി എത്തുക തന്നെ വേണം. ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം തോന്നാൻ കഴിയുന്ന എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും. അത് വിധി, ഈശ്വരവിധി, പടച്ചോന്നിച്ച ആ ഒരു ബേസിലെ അല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. നിങ്ങൾ ഇവിടെ ഒരു കല്ലുണ്ട് തടഞ്ഞാൽ അങ്ങോട്ട് വീഴുന്നുണ്ട്, അതുപോലെ വളരെ നാച്ചുറലായ കാര്യം. തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹം അർഹിക്കുന്നവരായി മാറട്ടെ. സ്നേഹം അർഹിക്കുന്നവരാണെന്നുള്ള ഉറച്ച വിശ്വാസം ഇരിക്കുന്നുണ്ട്. വെറുപ്പ് പടരാതിരിക്കട്ടെ. സന്തോഷം. നമ്മുടെ സെഷൻ്റെ സമയം അവസാനിക്കാറായിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ള സമയമാണ്. സമയപരിധി മൂലം ചോദ്യം ചുരുക്കി ചോദിക്കാവുന്നതാണ്. നമസ്കാർ, ഞാനും നിങ്ങളുടെ രണ്ടാമത്തെ സെഷനാണ് ഇരിക്കുന്നത്. ഞാനും താങ്കളെപ്പോലെ 13 വയസ്സിൽ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ വന്നൊരു വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും ഒരു തമിഴൻ എന്നുള്ള നിലക്കുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് വ്യക്തിപരമായി എനിക്ക് നിങ്ങോട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 സെഷനിലും ശ്രദ്ധിച്ചൊരു വിഷയം, താങ്കളുടെ ലാംഗ്വേജിൽ എവിടെയാണ് തമിഴിൻ്റെ ഒരു ഇത് വരുന്നത് എന്നുള്ളത് ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചു. അവസാനം എനിക്ക് കിട്ടിയത് ആ സന്തോഷം എന്ന് പറയുന്ന ആ സാധനം എപ്പോഴും ഇങ്ങനെ കേൾക്കാൻ തന്നെ ഒരു സന്തോഷമുണ്ട്. വളരെ സന്തോഷം. എനിവേ, ഇവിടെ യാദൃശ്ചികമായി പരാമർശിക്കപ്പെട്ട ഒരു വിഷയമുണ്ടായിരുന്നു, പുതിയ തലമുറ, പുതിയ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഇന്നത്തെ വായനയെക്കുറിച്ചും. അത് പെൺകുട്ടികളെന്ന് പറയാൻ കാരണം നിറത്തിൻ്റെ കുറവ് കൊണ്ട് ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത ഒരു വിഷയം അതിൻ്റെ നാട്ടിലാണ്. യാദൃശ്ചികമായി ദൗർഭാഗ്യവശാൽ ആ കുട്ടിയുടെ ശരീരം, ചൂടുള്ള ശരീരം, മരവിക്കാത്ത ശരീരം എടുത്ത് ആംബുലൻസിലേക്ക് കിടത്താൻ വിധിക്കപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് ഞാൻ. എനിവേ, ഞാൻ താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, തമിഴിൽ നിന്ന് 13 വയസ്സ് വരെ തമിഴ്നാട്ടിൽ നിൽക്കുകയും ഇപ്പോൾ കേരളത്തിൽ വന്ന് വളരെ പ്രശസ്തനാവുകയും ചെയ്തൊരു വ്യക്തി, ആ നാടിനോട്, തമിഴ്നാട് ജനിച്ച നാടിനോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള കമ്മിറ്റ്മെൻ്റാണ്. താങ്കൾക്കത് ഉണ്ടോ ഇല്ലേ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ ഒരു തമിഴിൽ ഒരു എഴുതാൻ, ഒരു പുസ്തകം എഴുതാനുള്ള ശ്രമങ്ങളുണ്ടോ എന്നുകൂടി ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. കാരണം അനിവാര്യമാണ്. ഞാൻ തമിഴ്നാട്ടിൽ വന്ന് തമിഴിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് തമിഴന്മാർക്ക് വേണ്ടി, തമിഴിൽ നർപ്പണി മണ്ഡലം എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലെ ഒരു ഓർഗനൈസേഷൻ നടത്തുന്നത്. അത് തമിഴിനോടുള്ള, ഞാൻ ഇവിടെ വന്നിട്ട് 38 വർഷമായി. സോ അതിനോട് അമിതമായ
ഒരു 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 പ്രണയമുണ്ട് തമിഴ്നാടിനോട് എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് താങ്കൾ ഒരു തമിഴിൽ ഒരു പുസ്തകം എഴുതുമോ എന്ന് എൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നു. നൻപ മകിഴ്ചി സന്തോഷം. ഇത് നോക്കൂ, 8ാം ക്ലാസ് വരെ ഞാൻ തമിഴ് പഠിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു മലയാളി കുട്ടി 8 വരെ മലയാളം പഠിച്ചിട്ട് കർണാടകയിൽ പോയി പിന്നെ അവൻ കന്നഡ പഠിച്ച് അങ്ങനെ ജീവിച്ചു പോയാൽ ആ കുട്ടിക്ക് മലയാളത്തിൽ ഒരിക്കലും ഒരു പുസ്തകം എഴുതാൻ പറ്റില്ല. ആ അവസ്ഥ തന്നെയാണ് എൻ്റേത്. ഭാഗ്യവശാൽ എൻ്റെ വിശപ്പ്, പ്രണയം, ഉന്മാദം, ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ചിദംബര സ്മരണയൊക്കെ വിവർത്തനം ചെയ്ത ശൈലജ വംശി ബുക്ക് വിവർത്തനം ചെയ്ത് 2ാം പതിപ്പിലേക്ക് കടക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ തമിഴിലോട്ട് അങ്ങനെ പോയിക്കോളും. തമിഴിൽ ഏറ്റവും മികച്ച എഴുത്തുകാർ മലയാളത്തിലുള്ളത് പോലെയുണ്ട്. അവർ ഇത് എഴുതട്ടെ, തമിഴ് എഴുതട്ടെ. നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ചെറിയ ചെറിയ എഴുത്തുകൾ എഴുതുക. ശരി. എന്നോട് തന്നെ ചോദിക്കണമെന്നല്ല, ശരണിനോട് ചോദിക്കാം. ഇൻസ്റ്റയിൽ ശരണിനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് മനുഷ്യർ ഇവിടെ ഇരിക്കുന്നുണ്ട്, കുട്ടികളെ. എനിക്കറിയാം, ആ മുഖം കാണുമ്പോൾ അറിയാം. അവരെ കണ്ടിട്ടുള്ള സന്തോഷം നിങ്ങളെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട്. അവരോട് ചോദിക്കാം, എന്നോട് തന്നെ ചോദിക്കണം. ഒരു മസിൽ കൊടുത്ത് ഇവിടെ ആർക്കും ഒന്നിലുമില്ല. ശരി. സാർ നമസ്കാരം, എൻ്റെ പേര് അഖിൽ. പ്രണയത്തിലെ കള്ളങ്ങൾ എന്നതാണ് വിഷയം. സാറിൻ്റെ ബുക്കിനെ ആസ്പദമാക്കി ചർച്ചകൾ നടന്നെങ്കിൽ പ്രണയത്തിലെ കള്ളങ്ങൾ ഈ സമകാലീന സമൂഹത്തിൽ നമ്മളിപ്പോൾ ഒരു ഗ്രീഷ്മ വധക്കേസിൻ്റെ വിധിയൊക്കെ കേട്ടിരിക്കുന്നതാണ്. അപ്പോൾ പ്രണയത്തിലെ കള്ളങ്ങളാണോ, അതുപോലെ ഈ നമ്മളെ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അറിയാം, നമ്മുടെ മായാനദി പോലെയൊക്കെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ മാത്തൻ്റെ അടുത്ത് അപ്പു പറയുന്നുണ്ട്, സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ് എന്നൊക്കെ പറയുന്നത് പോലെ പ്രണയങ്ങളിൽ കള്ളമുള്ളത് ഈ കാലഘട്ടത്തിലാണോ അതേ കഴിഞ്ഞ കാലഘട്ടത്തിലും കള്ളത്തരമായ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. നോക്കൂ, എല്ലാ കാലഘട്ടത്തിലും പ്രണയത്തിൻ്റെ കൂടെ കള്ളങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ ദേശം, പേര്, അച്ഛനമ്മ അല്ലെങ്കിൽ ഉമ്മ ഉപ്പ ഇതൊന്നും തിരഞ്ഞെടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പ്രണയം മാത്രമേ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഈ ഭൂമി വേറെ എന്താ നമ്മൾ തിരഞ്ഞെടുക്കുക? 5 വർഷം കൂടുമ്പോൾ അതൊരു തിരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ എന്നുള്ള നിലക്ക്. അല്ലാതെ സ്വന്തം ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രണയം തിരഞ്ഞെടുക്കുക. സ്വാഭാവികമായിട്ടും അതിൽ കള്ളങ്ങളുണ്ടാവും. അതൊരു മോശം കാര്യമായിട്ട് കരുതണ്ട. നമുക്ക് അങ്ങനെ ഒരു ധാരണ വന്നു പോയിട്ടുണ്ട്. എന്തോ പ്രണയത്തിലെ കള്ളങ്ങൾ എന്തോ വലിയ ചതിയായിട്ടാണ് നമ്മൾ കാണുന്നത്. അല്ല, ഇച്ചിരി കള്ളങ്ങളില്ലാതെ ഒരു ജീവിതം മുന്നോട്ട് പോകില്ല. ഭാര്യ ഭർത്ത് ബന്ധം തന്നെ മുന്നോട്ട് പോകില്ല. എൻ്റെ ഈ വൈഫിന് അതറിയാം. കള്ളങ്ങൾ ഉണ്ട് എന്നാ പറയാം. അക്കാലത്തും ഉണ്ടായിരുന്നു, ഇക്കാലത്തും ഉണ്ട്, ഇനി വരാൻ പോകുന്ന കാലത്തും കള്ളങ്ങൾ ഉണ്ടാവും. ഇതില്ലാതെ പ്രണയത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. പ്രണയപ്പക എന്നൊക്കെ പറയുന്നതിനോടുള്ള ആശയം, പ്രണയത്തിൻ്റെ പക കൊടുത്ത് ആസിഡ് ഒഴിക്കുന്ന മുഖത്തേക്ക്, പ്രണയത്തിൻ്റെ പക കൊണ്ട് അല്ലെങ്കിൽ പ്രണയം നിരസിക്കുമ്പോൾ ആസിഡ് ഒഴിക്കുന്നു. ഇപ്പം പ്രണയം നിരസിച്ചുകൊണ്ടാണല്ലോ ഗ്രീഷ്മ കഷായത്തിൽ വിഷം കൊടുത്ത് ഷാരോണിനെ കൊലപ്പെടുത്തിയത്. അപ്പോൾ പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ ആസിഡ് ആക്രമണത്തിന് ഒട്ടനവധി പെൺകുട്ടികളുണ്ട്, തിരിച്ചും അതുപോലെ ഉണ്ട്. അപ്പോഴതിനോടെങ്ങനെയാണ്? നോക്കൂ, എത്രയോ പെൺകുട്ടികളുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനൊരു വാർത്ത കേൾക്കുന്നത്. ഞാൻ കുറ്റം പറയല്ല, അല്ലെങ്കിൽ ന്യായീകരിക്കുകയല്ല. ഇത് മനുഷ്യ സഹജമാണ്. അവിടെ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതല്ല. ആസിഡ് ഒഴിച്ച സംഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടില്ലേ? പെൺകുട്ടികളെ ആത്മഹത്യയിലേക്കും ഭ്രാന്തിലേക്കും തള്ളിവിട്ട എത്രയോ കാമുകന്മാരുണ്ടായിട്ടില്ലേ? ഉണ്ട്. ഓപ്പോസിറ്റും ഉണ്ടാവും. ഇത് അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഇതിൽ കള്ളങ്ങളുണ്ട് എന്നുള്ളത്. ഇപ്പോൾ കള്ളമില്ലാതെ ഒരു പ്രണയം മുന്നോട്ട് പോകില്ലാതെ നമുക്ക് കവിതയിലൊക്കെ തള്ളിമറിക്കാം, എഴുത്തിലും തള്ളിമറിക്കാം. ആദർശ പ്രണയമൊക്കെ ജീവിതത്തിൽ നേരിടുമ്പോൾ ഇച്ചിരി കള്ളങ്ങൾ, കുസുമ്പ്, അസൂയ, പ്രണയിക്കുന്ന പെൺകുട്ടി ആൺകുട്ടി മറ്റൊരാളെ നോക്കി അവനോട് തോന്നുന്ന അസൂയ, അങ്ങനെ പലതും ചേർന്നതാണ് പ്രണയം. അതങ്ങോട്ട് അംഗീകരിക്കുക. ഒരു അവിയലാണ് സാധനം, ഫ്രഷ് അല്ല. ഓക്കെ. ഞാൻ ഇവിടുത്തെ ചർച്ചകളൊന്നും കേട്ടിട്ടില്ല. ഈ പ്രണയവും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ? അത് എന്താ വ്യത്യാസം എന്നൊന്ന് പറയോ? നോക്കൂ, എനിക്ക് എൻ്റെ മകളോടുള്ളത് സ്നേഹം, എൻ്റെ ഭാര്യയോടുള്ളത് പ്രണയം. അത് തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചത്. അതായത് ഒരു പ്രണയവും സ്നേഹവും തമ്മിൽ എന്താണ് വ്യത്യാസം ഉള്ളത്? അതിലൊരു എന്തെങ്കിലും ഒരു വ്യത്യാസം. കാരണം ഈ പ്രണയത്തിന് സ്നേഹമെന്നോ സ്നേഹത്തിന് പ്രണയമെന്നോ ആരും പറയുന്നില്ല. ഇപ്പം നമ്മൾ മാതാപിതാക്കളോടുള്ളത്, നമ്മളെ മക്കളോടുള്ളതൊക്കെ ഒരു സ്നേഹത്തിന് വ്യത്യസ്ത മുഖങ്ങളുണ്ട് അതിനൊക്കെ. പക്ഷേ ഈ പ്രണയം എന്ന് പറയുന്നതും സ്നേഹം എന്ന് പറയുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചത്. നോക്കൂ, നിങ്ങളുടെ ഉമ്മ ഉപ്പ നമ്മുടെ ബന്ധങ്ങൾ ഇത് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ ചെറുപ്പത്തിലെ നമുക്ക് വീണ് കിട്ടുന്നതാണ്. ഇത് നമ്മുടെ തിരഞ്ഞെടുപ്പല്ല അത്, അല്ലേ? സ്വാഭാവികമായിട്ടും നമുക്ക് അവരോട് സ്നേഹം തോന്നും. മുല തന്ന അമ്മയോട്, ഊട്ടി വളർത്തിയ ഉപ്പാനോടൊക്കെ സ്നേഹം തോന്നും. പക്ഷേ നിങ്ങൾ പ്രണയത്തിലെത്തുമ്പോൾ ഒരു തിരഞ്ഞെടുപ്പാണ്. അവിടെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു വ്യക്തിയെ കാണുമ്പോൾ ആദ്യ കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് എന്തോ ഒന്നും അവിടെ ഫീൽ ചെയ്യുന്നില്ലേ? ആ ഫീലിനെ എനിക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ വയ്യ. അതിനെയാണ് നമ്മളൊക്കെ എഴുത്തുകാരായാലും മറ്റുള്ളവർ പ്രണയം എന്ന് പറയുന്നത്. സ്നേഹം എന്ന് പറയുന്നത് അച്ഛന്
അച്ഛനോട് തോന്നുന്നത്, അമ്മയോട് തോന്നുന്നത്, ഗുരുക്കന്മാരോട് തോന്നുന്നത്, ശരണിനോട് എനിക്ക് തോന്നുന്നത്, നിങ്ങളോട് എനിക്ക് തോന്നുന്നത് സ്നേഹം. നിങ്ങൾക്കൊരു പുരുഷനോട് തോന്നിയേക്കാവുന്നത് പ്രണയം. അതിനപ്പുറം വ്യാഖ്യാനിക്കാൻ ദാർശനികനല്ല ഞാൻ, വളരെ സാധാരണ ഞാൻ മനുഷ്യൻ. എൻ്റെ ഒരു ഇത് പറയാണ്, സ്വയം ആനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് പ്രണയം എന്നതോ മറ്റുള്ളവരെ ആനന്ദിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടുള്ളതാണ് സ്നേഹം എന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെ അതിനെ ശരിയായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എത്ര എത്ര മാതാപിതാക്കളെ മക്കളെ ഒരു ദയയില്ലാതെ ശിക്ഷിക്കുന്നത് അത് സ്നേഹമാണോ? അല്ലേ? ഭാര്യ ഭർത്താവ് ഭാര്യ, എൻ്റെ അയൽവാസികളൊക്കെ ഉണ്ട്, കള്ളും കഞ്ചാവും അടിച്ചിട്ട് ഭാര്യയെ കുനിച്ചിർത്തി കൂമ്പിലടിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. ഇതൊക്കെ സ്നേഹമാണോ അല്ലെങ്കിൽ പ്രണയമാണോ? അല്ലാന്നേ, പ്രണയം വേറെയാണ്. അത് നമുക്കിപ്പോൾ തിരിച്ചു കിട്ടിയിട്ടില്ല. ജീവിതത്തിലൊരു ഘട്ടത്തിൽ എല്ലാവർക്കും തിരിച്ചു കിട്ടും എന്താണ് പ്രണയം എന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ 60-ാം വയസ്സിലായിരിക്കാം, 65-ാം വയസ്സിലായിരിക്കാം, പക്ഷെ അത് കിട്ടാതെ പോവില്ല ഒരു വ്യക്തിക്ക്. ഹലോ, അബ്ബാസ് സാറിനോടാണ്. സാറിൻ്റെ അനസ് അഹമ്മദിൻ്റെ കുമ്പസാരം വായിക്കുന്ന സമയത്ത്, അത് ആ പുസ്തകം ഇറങ്ങുന്ന സമയത്ത് അനസ് അഹമ്മദ് തൻ്റെ കാമുകിക്ക് അയക്കുന്ന കുറേ കത്തുകൾ അവർ ആ കാമുകി സാറിന് നേരിട്ട് അയക്കുകയും അങ്ങനെ വലിയ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ലാതെ അത് വായനക്കാരിലേക്ക് എത്തിക്കുന്നു എന്ന രൂപത്തിലാണ് അത് സാറ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വായിക്കുന്ന സമയത്ത് സാറിൻ്റെ നേരത്തെ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ അതിലെ എഴുത്തിൽ നിന്ന് വലിയ ഒരു വ്യത്യാസമൊന്നും, അല്ലെങ്കിൽ അനസ് അഹമ്മദിൻ്റേതായിട്ടുള്ള ഒരു സിഗ്നേച്ചറോ അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഗതിയോ അനുഭവപ്പെട്ടിട്ടില്ല. വാസ്തവത്തിൽ അനസ് അഹമ്മദ് എന്ന് പറയുന്ന ആളും അദ്ദേഹത്തിൻ്റെ കാമുകിയും യഥാർത്ഥത്തിലുണ്ടോ അല്ല അതും ഒരു ഫിക്ഷൻ്റെ ഭാഗമായിട്ട് തന്നെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ഫിക്ഷനാണ്. അല്ലെങ്കിൽ പ്രസാധകരോ ഞാനോ അതിന് ആത്മകഥാപരമായ നോവൽ എന്ന് പേരിടുമായിരുന്നു. ഇതിപ്പോൾ മഞ്ഞവിൽ ഭരണങ്ങൾ നിങ്ങൾ വായിച്ചത് ഓർമ്മയുണ്ടാവുമോ? ബെന്യാമിൻ സാർ അതിലൊരു കഥാപാത്രമാണ് അല്ലേ? അങ്ങനെ എടുത്താൽ മതി എന്നെ അതിൽ. മാത്രമല്ല, ഞാൻ അനുഭവക്കുറിപ്പുകൾ എഴുതുന്ന ആളായതുകൊണ്ട് തന്നെ നിങ്ങളെ അതിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളൂ. നിങ്ങളെ വായിപ്പിക്കുക, മുഷിച്ചിൽ കൂടാതെ നിങ്ങളെ വായിക്കുക. അതിൽ വലിയ ദർശനങ്ങളോ വലിയ വലിയ സംഭവങ്ങളോ ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ പ്രണയത്തിലെ ഉടായിപ്പും കള്ളങ്ങളും ഇപ്പോഴും എൻ്റെ തലമുറയും ഇച്ചിരി കാട്ടിക്കൂട്ടലുകളെ അതിലുള്ളൂ. വലിയൊരു മഹത്തായ സൃഷ്ടിയൊന്നുമല്ല അത്. എൻ്റെ ഉദ്ദേശം എത്രയേ ഉള്ളൂ, കഴിയുമെങ്കിൽ 25 വയസ്സിന് ചോടെയുള്ള കുട്ടികളെ വായിപ്പിക്കുക. അവരാണ് വായിച്ചിട്ട് ഇപ്പോൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. മഹത്തായ സൃഷ്ടിയൊന്നും ആയിരിക്കില്ല, പക്ഷെ വായിക്കുന്നുണ്ടല്ലോ എൻ്റെ മക്കളെ പ്രായമുള്ള കുട്ടികൾ. അത്രയേ ഉള്ളൂ അതിൽ. അത് കത്തുകളൊക്കെ ഭാവനയാണ്, മുഴുവൻ ഭാവനയാണ്. അതിലൊന്നും യഥാർത്ഥ സംഭവങ്ങളേ ഇല്ല. ഉണ്ടെങ്കിൽ ആത്മകഥാപരമായ നോവൽ എന്നവിടെ നമ്മൾ സബ് ടൈറ്റിലായിട്ട് എഴുതുമായിരുന്നു. സന്തോഷം. ഇനി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകുമെന്നറിയാം, എങ്കിലും സമയപരിധി മൂലം നമ്മൾ ഈ സെഷൻ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നന്ദി. അബ്ബാസുകയുടെ വാചകങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യമായി കടന്നു വന്ന വാക്കുകൾ ബഷീർ പണ്ട് എഴുതിയിട്ടുള്ളതുപോലെ, എൻ്റെ കൃതികൾ വായിച്ച്, എൻ്റെ വരികൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുള്ളതും കരഞ്ഞിട്ടുള്ളതും ഒരുപക്ഷെ ഞാനായിരിക്കും. കാരണം അതൊക്കെ എൻ്റെ ജീവിതമായിരുന്നു എന്നാണ് അദ്ദേഹം എഴുതിയത്. അതുപോലെ സ്വന്തം ജീവിതം കൊണ്ട് അത്ഭുതപ്പെടുത്തിയ, ഇന്നും അത്ഭുതപ്പെടുത്തുന്ന എഴുത്തുകളിലൂടെ വായനക്കാരുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന അബ്ബാസുക്ക ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ സാധിക്കട്ടെ. ഇന്ന് പ്രണയത്തിൻ്റെ കള്ളത്തരങ്ങളും പ്രണയവും സ്നേഹവും ഒക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തു. ഒരു പ്രണയത്തിൻ്റെയും അവസാനം ആസിഡ് ഒഴിക്കലോ അക്രമമോ അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. പ്രണയം അവസാനിക്കുന്നത് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് തന്നെയാണ്. ഇറങ്ങിപ്പോയാലും അവരെ സ്നേഹിക്കാൻ, വെറുക്കാതിരിക്കാൻ, ആക്രമിക്കാതിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ പ്രണയം എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിനിധി കൂടിയാണ് ഞാൻ. ഈ സംസാരത്തിൽ ഒരുപാട് നേരം നമ്മളോട് സംസാരിച്ച അബ്ബാസുക്കയോട് ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹങ്ങളിലൊന്ന്, ഇനി ഈ സെഷൻ ഇവിടെ ഇരിക്കുമ്പോൾ ഒരുപാട് തത്വചിന്തകളിലേക്ക് പോവാതെ ചെറിയ വാക്കുകളിലൂടെ കേൾവിക്കാർക്ക് മുഷിപ്പുണ്ടാകാത്ത രീതിയിൽ സംസാരിക്കുക എന്നുള്ളതായിരുന്നു. ഇന്ന് നിങ്ങൾ ഇത്രയും പേർ KLF-ൻ്റെ ആദ്യത്തെ ഒരു സെഷൻ ഇവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ആ സന്തോഷം ഞങ്ങൾ തീരുമാനിച്ച, അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ച ആ മടുപ്പ് നിങ്ങൾക്കുണ്ടാവരുത് എന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്തായിരുന്നു. ഈ സെഷൻ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപരമായ കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, എന്തെങ്കിലും നിങ്ങളിത് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് മലയാള സാഹിത്യം ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ ഒരു എഴുത്തുകാരൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സംഭാവനയായിട്ട്, സമ്മാനമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. അതോടൊപ്പം ഈ സെഷന് എന്തെങ്കിലും പോരായ്മകൾ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മലയാള സാഹിത്യത്തിലേക്ക് ഇറങ്ങിയെത്തുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള മിസ്റ്റേക്കായിട്ടും അടയാളപ്പെടുത്താം. ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ, ഒരുപാട് കൃതികളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഈ വൈകിയ വേളയിലും ഞങ്ങളെ കേട്ടിരുന്ന, ഇത്രയും ആക്റ്റീവോടെ ഈ പരിപാടിയിൽ, ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.